ഈ വാടെ ഒരു പുതിയ സെഷനിൽ നമുക്ക് ഒന്നിച്ചിരുവാൻ തൊക്കണം. കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. അതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. നമ്മുടെ നടുവിലേക്ക് പ്രിയപ്പെട്ട അക്സ ആൻജോയി എക്സാമ്പിൾ വന്നിട്ടുണ്ട്. തൻ്റെ ജീവിതാനുഭവങ്ങൾ താനെ പങ്കുവെക്കുമ്പോൾ ഒരു വലിയ ബ്ലെസ്സിങ് നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായി തീരണം. അതിനായി പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ പിതാവെ, തുടർന്നുള്ള ശുശ്രൂഷകളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയ എക്സാമ്പിളെ കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ഉപയോഗിക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ഇവാടെ ഈ മീറ്റിൽ ഗ്യാദർ ചെയ്തിരിക്കുന്ന ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. അടുത്ത ദിവസങ്ങളിൽ യൂട്യൂബിലൂടെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഒരു വലിയ ബ്ലെസ്സിങ്ങിന് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഗിവ് യു ഗ്ലോറി ആൻഡ് ഹോണർ. എല്ലാ മഹത്വവും എല്ലാ മാനവും കർത്താവെ ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു. അങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം, 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 സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എല്ലാവരെയും വെൽക്കം ചെയ്യുക ഒരു പ്രാവശ്യം കൂടെ. പ്രത്യേകിച്ച് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രിയ അക്സ ആൻജോയി നമ്മുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് നമുക്ക് വേണ്ടി തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ടുണ്ട്. എക്സമോളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 വീക്ക് മുമ്പ് ഞാൻ ക്യുവൈറ്റിൽ എക്സമോളുടെയൊക്കെ ചർച്ചിൽ 2 വീക്കോളം പോയി അവിടെ താമസിച്ച് ശുശ്രൂഷിക്കുവാനിടയായി തീർന്നു. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ആ ചർച്ചിൻ്റെ ആദ്യത്തെ ശരിക്കുമുള്ള പാസ്റ്റർ അക്സമോളായിരുന്നെന്ന്. എനിക്ക് അത്ഭുതം തോന്നി. അക്സമോളുടെ പപ്പയാണ് ജോയ് പാസ്റ്ററുടെ ചർച്ചാണ് രഹബോത്ത് AG ചർച്ച്, ക്യുവൈറ്റ് അബ്ബാസിയയിലുള്ള AG ചർച്ച്. അവിടെയാണ് ഞാൻ ശുശ്രൂഷിക്കാൻ പോയത്. അപ്പം പാസ്റ്ററിങ്ങിൻ്റെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ അക്സമോളുടെ അനുഭവങ്ങൾ പറഞ്ഞു. 13-ാമത്തെ വയസ്സിൽ ആ ചർച്ചിൽ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയ മോളാണ്. എനിക്ക് വലിയ അത്ഭുതം തോന്നി. 13 വയസ്സുള്ളപ്പോൾ ചർച്ചിൽ പ്രസംഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പാസ്റ്റർ പറഞ്ഞു അവളാ ശരിക്കും അവിടുത്തെ ആദ്യത്തെ പാസ്റ്റർ എന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ യുവായ്ക്ക് കൊണ്ടുവരണമെന്ന് ഓർത്ത് കഴിഞ്ഞിടയ്ക്ക് നമ്മൾ 15 വയസ്സിൽ ചർച്ച് തുടങ്ങിയൊരു പാസ്റ്ററെ കൊണ്ടുവന്നായിരുന്നു. ഇപ്പോൾ അതിലൂടെ ആ റെക്കോർഡിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് 13-ാമത്തെ വയസ്സിൽ ചർച്ച് തുടങ്ങിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചർച്ചിൽ പ്രസംഗിച്ച് തുടങ്ങിയ ഒരു മോളാണ് നമുക്ക് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. ഡോക്ടർ അക്സ ആൻജോയി. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ ഇനിയുള്ള സമയങ്ങൾ പ്രിയപ്പെട്ട അക്സമൊക്കെ നൽകുകയാണ്. ഓർ ടു അക്സ ആൻജോയി. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ലോർഡ്. ആൻഡ് ഓഡിബിൾ ആണല്ലോ? ആന്നു, കേൾക്കാം കേട്ടോ. പ്രൈസ് ലോർഡ് എവരിബഡി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എത്ര പേരോട് ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് കാണുന്നില്ല, പക്ഷെ ഐ എം സോ ഗ്ലാഡ് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഇങ്ങനത്തെ ഒരു അവസരം ദൈവം തന്നതിന് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആദ്യമേ തന്നെ 13-ാമത്തെ വയസ്സിൽ പ്രസംഗിച്ച് തുടങ്ങിയെന്ന് പറഞ്ഞാലും ഇപ്പോഴും ആ ഒരു എന്താ പറയുക, പാസിനോട് തന്നെ ചോദിച്ചാൽ അറിയാം, സ്റ്റേജിൽ കയറുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. പക്ഷെ അതിലൊക്കെ ഉപരിയായി നമ്മുടെ ദൈവം നമ്മളെ നടത്തുന്നതിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അതോർത്ത് പേടിക്കണ്ട. ഒരു സത്യം പറഞ്ഞാലേ, ഞാൻ 30 വർഷമായി പ്രസംഗിക്കുന്നു. ഇപ്പോഴും എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ പേടിയാ. സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ വാലിന് തീ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ അറിയാതെ ചാടിപ്പോകും. ശുദ്ധാത്മാവിന്റെ ഒരു കൃപയാ നമ്മളെയൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട്. 30 വർഷമായിട്ട് പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന 27 വയസ്സ് തികയുന്ന എനിക്ക് ഒത്തിരി വലിയ സാക്ഷ്യമൊന്നും ഇല്ലെങ്കിലും 27 വയസ്സും ഇത്രയും വർഷങ്ങൾ ദൈവം ഓരോ ദിവസം നടത്തുന്നത് ഓർത്ത തീർച്ചയായിട്ടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ആദ്യമേ തന്നെ എല്ലാവർക്കും, കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയട്ടെ. ആസാദി TV, അതുപോലെ പാസ്റ്ററും ഫാമിലിക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സത്യം പറഞ്ഞ സ്വപ്നത്തിൽ പോലും നടത്ത ഒരു കാര്യമാണ് ഇപ്പൊ സംഭവിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ദൈവത്തിന് ഇതിന് പിന്നിൽ ഒരു പദ്ധതിയുണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. ദൈവം നമ്മൾ ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം he has a plan set forth in front of all of our lives. എനിക്ക് തോന്നുന്നു എനിക്ക് ഇച്ചിരി കൂടി കംഫർട്ടബിൾ ഇംഗ്ലീഷ് ആണ്, പക്ഷെ ഞാൻ മാനേജ് ചെയ്യാം രണ്ട് ലാംഗ്വേജ് വെച്ചിട്ട്, മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇത് ഒത്തിരി വലിയ സാക്ഷ്യമൊന്നും എനിക്ക് പറയാനില്ലെങ്കിലും എന്റെ ദൈവം നടത്തിയ വഴികൾ കുറച്ച് അല്പം എനിക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. Let me just say, he is a good God, and above all, he's a good father.
ആമേൻ. നമ്മൾ എപ്പോഴും ദൈവത്തെ ദൈവമായിട്ട് മാത്രം കാണുന്നതിന് പകരം ചില സമയത്ത് നമ്മൾ ദൈവത്തെ അപ്പനായിട്ട് കാണുമ്പോൾ ഒരു ഇന്റിമസി വേറെ ലെവലാണ്. ആമേൻ. ആമേൻ. സ്തോത്രം. നമ്മളുടെ പേരൻസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ വേറെ ഒരു രീതിയിലാണ്. ഞങ്ങൾ പാസ്റ്റർ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. ഞങ്ങളുടെ പേരൻസുമായിട്ട് കുറച്ചും കൂടി ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ പേരൻസുമായിട്ടുള്ള ചില സമയത്ത് തമാശയൊക്കെ പറയും. ഇൻ ദ സെയിം വേ നമ്മളുടെ ദൈവത്തെ ദൈവമാണ്, ആ ഒരു വലിയൊരു എന്താ പറയാ, there's a big person, he's huge, വിത്ത് വലിയൊരു താടി, വലിയൊരു വെള്ള റോബൊക്കെ ഇട്ട് അങ്ങനെ മാത്രം ഇമാജിൻ ചെയ്യാതെ, can you just imagine him as your own father? That makes a difference in your life. സ്വന്തം അപ്പനെ പോലെ കാണുമ്പോൾ സ്നേഹം നമുക്ക് വർദ്ധിക്കും. സ്വന്തം അപ്പനെ പോലെ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാൻ തോന്നും. സ്വന്തം അപ്പനെ പോലെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സംസാരിക്കാൻ, ആ ഒരു ഇന്റിമസി വേറെ ഒരു ലെവലിലേക്ക് അങ്ങ് മാറും. അപ്പോ എന്റെ സാക്ഷ്യം തുടങ്ങുന്ന പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ എന്റെ സാക്ഷ്യം തുടങ്ങുന്നുണ്ട്. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന Psalm 139 വേഴ്സസ് 14 ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്ന 13 തൊട്ട് വായിക്കാം. സങ്കീർത്തനം 139:13 തൊട്ട്. For you formed my inward parts, you covered me in my mother's womb. I will praise you, for I am fearfully and wonderfully made. Marvelous are your works, and that my soul knows very well. My frame was not hidden from you when I was made in secret and skillfully wrought in the lowest parts of the earth. Your eyes saw my substance, being yet unformed, and in your book they all were written, the days fashioned for me, when as yet there were none of them. അമേൻ. ഒന്നുമില്ലാത്ത ഒരു സമയത്ത് അമ്മയുടെ ഉദരത്തിൽ ഉളവാകുന്നതിന് മുമ്പേ തന്നെ ദൈവം നമ്മൾ ഓരോരുത്തരെയും കണ്ടു. ഈ ഒരു കൂട്ടായ്മ പോലെ ദൈവം മുമ്പേ തന്നെ കണ്ടു. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ ആരെ എനിക്ക് അറിയില്ലെങ്കിലും ദൈവം നമ്മൾ ഒരുമിച്ചാക്കിയിരിക്കുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ആമേൻ. ആ ദൈവത്തിന്റെ ഒരു സ്നേഹം കാരണം മാത്രമാണ്. ഹല്ലേലൂയ. ഞാൻ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് സ്റ്റാർട്ട്. ആമേൻ. സ്നേഹങ്ങൾ നല്ല പിതാവേ, നല്ലൊരു ദിവസം കർത്താവെ തന്നതിനെ മുന്നോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഈ കൂട്ടായ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയൻ പറയുന്നതല്ല. ആമേൻ. ഹല്ലേലൂയ. അടിയന്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല കർത്താവെ, അങ്ങയുടെ നാമമഹത്വത്തിനായി തീരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾക്കുന്നവരെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഹല്ലേലൂയ കർത്താവെ. ആമേൻ. അടിയന്റെ ജീവിതം കാരണം കർത്താവെ, ഹല്ലേലൂയ, അതൊരു അനുഗ്രഹമായി തീരുന്നെങ്കിൽ കർത്താവെ, ഇതിൽ പരംഭാഗ്യം വേറൊന്നുമില്ല കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. We worship you, Jesus. We love you, Jesus. കർത്താവെ, അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഈ ദിവസങ്ങൾ കർത്താവെ തിരിച്ചറിയുവാൻ കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തെ മൂടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്തിലും ഉപരിയായി കർത്താവെ, അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് കൂടെ വേണം കർത്താവെ. യെസ് ലോർഡ്. കർത്താവെ, അത് ഞങ്ങൾ കംപ്ലീറ്റ്ലി കവർ ചെയ്യട്ടെ, കംപ്ലീറ്റ്ലി മൂടട്ടെ. ലെറ്റ് ഇറ്റ് engulf our lives. Your love should engulf our lives, Lord Jesus. Let it be so. Let it happen so. In your holy mighty name we pray. യേശുവിന്റെ നാമത്തിൽ ആമേൻ. 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 ഹല്ലേലൂയ. നിങ്ങളെ പലയിടങ്ങളിൽ നിന്നും ജോയിൻ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആമേൻ. സ്തോത്രം. എനിവേ, സോ ആസ് ഐ സെഡ്, ഞാൻ പറഞ്ഞ പോലെ എന്റെ സാക്ഷ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെയായിരുന്നു. ഞാൻ ജനിച്ചതും കുറച്ച് നാൾ വളർന്നതൊക്കെ യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ജനിച്ചത്. എന്റെ പപ്പയുടെ ഫാമിലി, അമ്മയുടെ ഫാമിലി, അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. അത്രയും പക്ക പാരമ്പര്യമായിരുന്ന ഒരു കുടുംബത്തിലായിരുന്നു. അതിൽ നിന്നാണ് ദൈവം ഞങ്ങളെ വിളിച്ച് ദൈവത്തിന്റെ ആ കരുണയും ദൈവത്തിന്റെ സ്നേഹത്തെയും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് ആമേൻ ദൈവം വിശ്വാസത്തിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നത്. അപ്പോ ഞാൻ ജനിക്കുന്നതും വളർന്നതൊക്കെ, ലെറ്റ് മീ ടെൽ യു ഫസ്റ്റ് ദാറ്റ്, ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം കുവൈറ്റിലാണ്. കുവൈറ്റില് 12th വരെ, 18ാമത്തെ വയസ്സ് വരെ ഞാൻ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഞാൻ നാട്ടിലേക്ക് വന്നു. ഇന്ത്യയിൽ ഞാൻ തമിഴ്നാട്ടിലെ ഈറോഡ് എന്ന സ്ഥലത്ത് ഡോക്ടർ ഓഫ് ഫാർമസി 6 വർഷം പഠിച്ചു. ഇപ്പൊ ഞാൻ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരില് അക്സെഞ്ചർ എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ബാംഗ്ലൂരിൽ വന്നിട്ട് ഇപ്പോ 2 വർഷം
തികയാൻ പോവാണ്, മാസങ്ങൾക്കുള്ളിൽ തികയും. സോ ദാറ്റ് ഈസ് ജസ്റ്റ് എ ഷോർട്ട് സമ്മറി ഓഫ് മൈ ലൈഫ്. സോ സ്റ്റാർട്ടിങ് വിത്ത് ഹൗ ഇറ്റ് ഓൾ ബിഗാൻ. ഞാൻ ജനിക്കുന്നതിന് ഒരു 2 മാസം മുമ്പ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പാസ്റ്റർ കടന്നു വന്നാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ എന്താ പറയാ പടികൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ എന്റെ പപ്പ, ഞങ്ങൾ ആക്ച്വലി യാക്കോബായ പാരമ്പര്യത്തിലായിരുന്നത് കൊണ്ട് ദൈവം എന്താണ്, ദൈവത്തിന്റെ സ്നേഹത്തിനെ കുറിച്ചോ ദൈവത്തിന്റെ ആ ഒരു കോൺസെപ്റ്റ്, ദൈവം എന്ന കോൺസെപ്റ്റ് അറിയാം, ദൈവം എന്ന വ്യക്തിനെ അറിയത്തില്ലായിരുന്നു. ദൈവം എന്താണെന്നോ ആ ഒരു ദൈവത്തിന്റെ ഇന്റിമസി, ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പള്ളിയിൽ പോകും, അവിടെ നമുക്കിവിടെ നാട്ടില് ഞായറാഴ്ച ഉള്ളതുപോലെ അവിടെ വെള്ളിയാഴ്ചയാണ്, പാസ്റ്ററിന് അറിയാം. അവിടെ മെയിൻ മീറ്റിംഗ്, എല്ലാ മീറ്റിംഗും കാര്യങ്ങളും നമുക്ക് പൊതു അവധി വരുന്നത് വെള്ളിയാഴ്ച, വെള്ളി ശനി എന്നുള്ള രീതിയിലായിരുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ പോവും, കുർബാന ഉണ്ടാവും, പ്രാർത്ഥിക്കും, തിരിച്ചു വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോ അങ്ങനത്തെ ഒരു ജീവിത ശൈലിയിൽ പൊക്കോണ്ടിരുന്ന എന്റെ ഫാമിലി, അപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരുന്നു. ആ ഒരു സമയത്തിനിടയിലാണ് പപ്പ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പാസ്റ്റർ കടന്നു വരുന്നത്, പാസ്റ്റർ ബാബു ഡാനിയൽ. പാസ്റ്റർ ആ സമയത്ത് ഷാർജയിലെ പാസ്റ്റർ സെറ്റിൽഡ് ആയിരുന്നു. കുടുംബമായി അവർ അവിടെ ആയിരുന്നു ശുശ്രൂഷയിലായിരുന്നത്. പാസ്റ്ററിന്റെ മെയിൻ ശുശ്രൂഷ ഹിന്ദി സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ആയിരുന്നു അധികവും. അതില് സിന്ധികൾ ഉണ്ടായിരുന്നു, മഹാരാഷ്ട്രിയൻസ്, മധ്യപ്രദേശ്, നോർത്ത് ഇന്ത്യൻസ് മോസ്റ്റ്ലി ഉണ്ടായിരുന്നു. അതേസമയം വി ഹാഡ് കുവൈറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് കൺട്രി. ഐ മീൻ പല നാഷണാലിറ്റീസ് ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു രാജ്യമായിരുന്നു. അപ്പൊ പാകിസ്ഥാനീസും ഗോവൻസും എല്ലാം, ഇറ്റ് വാസ് ഓൾ എ മിക്സ്. സോ പാസ്റ്റർ ഒരു പ്രവാചകനും അതുപോലെ ഹീലിംഗ് മിനിസ്ട്രി ഉണ്ടായിരുന്ന ഒരു പാസ്റ്റർ ആയതുകൊണ്ട് കുറെ പേര് ദൈവത്തെ ആ പാസ്റ്ററിൽ കൂടെ ദൈവം ഒത്തിരി പേരെ പാസ്റ്റർ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം സഹായിച്ചു. പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് ആക്ച്വലി ഞങ്ങൾ അപ്പോഴും യാക്കോബായ ആ ഒരു പാരമ്പര്യത്തിലായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് സംഭവിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് പപ്പ അത്യാവശ്യം നല്ലോണം കുടിക്കുന്ന ആളായതുകൊണ്ടോ ഞങ്ങൾക്ക് വീട്ടിലൊരു ഹാൾ ഉണ്ടായിരുന്നു, ഞങ്ങളത് 2ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാളില് പപ്പ കുടിക്കും, മറ്റേ പാർട്ടീഷൻ ചെയ്ത റൂമിൽ പാസ്റ്ററിന് പ്രാർത്ഥിക്കും. അതായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ. പക്ഷെ പാസ്റ്ററിന്റെ പ്രാർത്ഥനയും പാസ്റ്ററിനെ അങ്ങോട്ട് ദൈവം ആ ഒരു ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന്റെ റീസൺ ഞങ്ങൾക്ക് മനസ്സിലായത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. ഇതിനൊക്കെ മുമ്പ് പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാരായിരുന്നു. പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ അതൊന്നും അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല, കുറെ കളിയാക്കി പോയിക്കൊണ്ടിരുന്ന സമയത്ത്. പക്ഷെ അതിനൊക്കെ ഇടയിൽ ദൈവം ഈ പാസ്റ്ററിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. 2 മാസം, മാർച്ചിലാണ് ഞാൻ ജനിച്ചത്. മാർച്ച് മാസത്തിൽ ഞാൻ ജനിച്ചു. എന്നെ പേരിട്ടത് ഈ പാസ്റ്റർ ബാബു ഡാനിയൽ പേരിട്ട് പ്രാർത്ഥിച്ച് എന്നെ പേരിട്ടു അക്സ. കുറച്ച് ഡിമാൻഡ് ഒക്കെ പപ്പ വെച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ് ഞങ്ങളുടെ പേര്, ഇങ്ങനെ ബൈബിളിലെ പേര് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞു പേരിട്ടു. അപ്പൊ പേരിട്ട സമയത്ത് അക്സ എന്നുള്ള പേര് ആ ഒരു സമയത്ത് 1996-97 അക്സ എന്നുള്ള പേര് അത്ര കേട്ടിട്ടുള്ള പേരില്ല. അപ്പൊ മുസ്ലിം രാജ്യം കൂടി ആയതുകൊണ്ട് എല്ലാരും വിചാരിച്ചു ഞാൻ മുസ്ലിം ആണെന്നാ വിചാരിച്ചു. സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മിക്ക പിള്ളേരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ മുസ്ലിം ആണ്, കാരണം എന്റെ പേര് അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും അങ്ങനെ വിചാരിച്ചു. അപ്പൊ അത്ര അറിയാവുന്ന പേരല്ലായിരുന്നു. എനിവേസ്, ദൈവം അങ്ങനെ ഒരു ചെറിയൊരു വിത്ത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അന്ന് ഇട്ടു. അങ്ങനെ പാസ്റ്റർ സുവിശേഷം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ പറയാനായിട്ട് ദൈവം സഹായിച്ചു. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങനെ മോൾഡ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അപ്പൊ അന്ന് തൊട്ട് പാസ്റ്റർ മിക്ക വർഷങ്ങളും, മോസ്റ്റ്ലി മാക്സിമം എല്ലാ വർഷവും ഒരു 2 പ്രാവശ്യമെങ്കിലും ഞങ്ങളുടെ കുവൈറ്റിലേക്ക് വിസിറ്റ് ചെയ്യുമായിരുന്നു. വിസിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുമ്പോൾ ഒക്കെ എനിക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു അനിയൻ ജനിച്ചു. ഞങ്ങൾ 2 പേരും ക്രിസ്തുവിൽ മോൾഡ് ചെയ്യുന്നത് ആ പാസ്റ്റർ. അപ്പൊ ആ സമയം ഞാൻ പറഞ്ഞല്ലോ, പാരമ്പര്യ സഭയിലായിരുന്നു ഞങ്ങൾക്ക് പാട്ട് അറിയത്തില്ല, ബൈബിള് വായിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പാസ്റ്ററാണ് ഞങ്ങളുടെ ഉള്ളില് ബൈബിള് വായിക്കാനുള്ള ദാഹം, യേശുവിനെ അറിയാനുള്ള ദാഹം, അതുപോലെ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു തന്ന എല്ലാത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് പാസ്റ്റർ അങ്കിളായിരുന്നു. ഞാൻ
ഒത്തിരി സ്നേഹിച്ച ഒരു പാസ്റ്ററാണ് പാസ്റ്ററങ്ങൾ. എനിക്ക് വേറെ എന്താ പറയുക, സ്പിരിച്വൽ ഫാദർ എന്ന ഒരാൾ എനിക്ക് ഒരിക്കലും കാണാൻ പറ്റാത്തൊരു, ഹി മെന്റ് ദാറ്റ് മച്ച് ടു മീ. സോ പാസ്റ്ററങ്ങൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റിന് വരുമായിരുന്നു. വിസിറ്റിന് വരുമ്പോ ഒക്കെ പാസ്റ്ററങ്ങൾ ഇങ്ങനെ സുവിശേഷം പറയും. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ദൈവം എന്താ പറയാ, മേ ബി പടി പടിയായിട്ടാ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാത്തിലും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പതുക്കെ പതുക്കെ നമുക്ക് കടമൊക്കെ ആയി. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഒരു 11 വർഷം പാസ്റ്റർ ഇങ്ങനെ വരും, സുവിശേഷം അറിയിക്കും. പാസ്റ്റർ തിരിച്ചു പോകുന്ന സമയത്ത് പാസ്റ്റർ ഒത്തിരി വിഷമിച്ചായിരിക്കും പോകുന്നത്. ഇപ്രാവശ്യവും നിങ്ങൾ സുവിശേഷം പറഞ്ഞിട്ടും നിങ്ങൾ ദൈവത്തെ അക്സെപ്റ്റ് ചെയ്തില്ല, യേശുവിനെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ള ഒരു സങ്കടത്തോടെ അപ്പൊ കൊണ്ടത്. പക്ഷെ എല്ലാ വിസിറ്റിനും എനിക്ക് എന്റെ ഓർമ്മയിൽ വെച്ച് ഞാൻ പറയാം, പാസ്റ്റങ്ങൾ എപ്പോഴും ഞങ്ങളെ മടി വെച്ച് ഇരുത്തി 2 പാട്ടെങ്കിലും പഠിപ്പിക്കാതെ, അല്ലെങ്കിൽ 2 ബൈബിളിലെ കഥകളെങ്കിലും പഠിപ്പിക്കാതെ പാസ്റ്റർ പോകത്തില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ആ ബൈബിൾ എന്താന്ന് അറിയാനുള്ള ഒരു ദാഹം, ആ ഒരു ഡീപ് ഹേഴ്സ്റ്റ്, അങ്ങനത്തെ ഒരു വിത്താണ് ഞങ്ങളുടെ കുഞ്ഞു നാളിൽ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ആ പാസ്റ്റർ വിളിച്ചത്. തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പാസ്റ്റർമാരെ സഭയിൽ മാത്രം മുതിർന്നവരെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെയല്ല. പാസ്റ്റേഴ്സ് ഹാവ് എ വെരി വെരി ഹ്യൂജ് ഇമ്പാക്ട് ഓൺ ദ യൂത്ത്. ചെറിയ പ്രായം തൊട്ടേ ആ ഓരോ വാക്കിലായിരിക്കും ചിലപ്പോ ഒരു ഇമ്പാക്റ്റ് ഉള്ളത്. ഓരോ വാക്കിലായിരിക്കും, ഒരു പ്രവൃത്തിയിലായിരിക്കും. പാസ്റ്ററുകളുടെ മെമ്മറീസ് എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ എനിക്കും ഓർത്തെടുക്കാൻ പറ്റും. പാസ്റ്ററുകൾ എവിടെയും പുറത്തു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച്, ചിലപ്പോൾ വലിയ കാര്യമായിരിക്കത്തില്ലായിരിക്കും, പക്ഷെ ഒരു അപ്പന്റെ സ്നേഹം എന്താന്ന്, എനിക്ക് എന്റെ സ്വന്തം അപ്പനുണ്ട്, അല്ലാന്നല്ല, പക്ഷെ എന്നാലും ഒരു അപ്പന്റെ സ്നേഹം എനിക്ക് കൂടുതൽ കിട്ടിയതായിട്ടും പാസ്റ്ററുകളുടെ കയ്യിൽ നിന്ന്. ഞാൻ ഒരു ബില്ലിഗ്രാറ്റിന്റെ ഫ്യൂണറലിന്റെ സമയത്ത് മോളുടെ ഒരു മോള് ലാസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, I came to know about God. I came to know about God's love by seeing my father's love. That is the impact of parents. That is the impact of a pastor. It is, നമുക്ക് എളുപ്പത്തില് മറ്റുള്ളവരെ എന്ത് വേണമെങ്കിലും പറയാം, എളുപ്പത്തിൽ നമുക്ക് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാം, പക്ഷെ സ്നേഹിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? നമ്മുടെ ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം, സ്വന്തം മക്കളാണെങ്കിൽ നമ്മൾ ഫൊർഗീവ് ചെയ്യത്തില്ലേ? സ്വന്തം മക്കളാണെങ്കിൽ ദേഷ്യപ്പെടും തീർച്ചയായിട്ടും, പക്ഷെ പെട്ടെന്ന് തന്നെ ഫൊർഗീവ് ചെയ്യത്തില്ല. ബിക്കോസ് ദൈവത്തിന്റെ സ്നേഹം അങ്ങനെയാണ്. ദൈവത്തിന്റെ സ്നേഹം, അത്ര സ്നേഹമാണ് ദൈവത്തിന് നമ്മളോട്. ആമേൻ. സോ അങ്ങനത്തെ ഒരു സ്നേഹം ഞാൻ അറിഞ്ഞു വന്നു ചെറിയ പ്രായം തൊട്ട്. ദൈവം ആ ഒരു സ്നേഹത്തിൽ കൂടെ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. എനിക്ക് 11 വയസ്സുള്ളപ്പോഴാണ് പപ്പയും അമ്മയും ദൈവത്തെ, യേശുവിനെ സ്വീകരിച്ച് രക്ഷയിലേക്ക് പൂർണ്ണമായിട്ടും വന്നത്. അപ്പോ ആ ഒരു സമയത്ത് പാസ്റ്ററുകൾ ഒത്തിരി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന സഭയിലേക്ക് പോകും, നിങ്ങൾക്ക് ഇന്ന സഭയുണ്ട്, പാസ്റ്ററിന് അറിയാം, പിന്നെ പാസ്റ്ററിന് അറിയാം. കുവൈറ്റ് എന്ന് പറഞ്ഞാൽ ചർച്ചിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, എത്ര ചർച്ച വേണേലും ഏത് കോർണറിൽ പോയാലും ചേർച്ചതുണ്ട്. പക്ഷെ ദൈവം പപ്പയോട് സംസാരിച്ചതാവാം, പപ്പ തീരുമാനിച്ചു, വേണ്ട, ഞങ്ങള് വേറെ ചർച്ചിലൊന്നും പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്താണ് ഞങ്ങളുടെ സഭ. ഞങ്ങൾ 4 പേരെ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് എന്റെ പപ്പയും അമ്മയും, പിന്നെ ഞാൻ, എന്റെ അനിയൻ. ഞങ്ങൾ 4 പേര് അറിയാവുന്ന പാട്ട് വെച്ചിട്ട്, ഞങ്ങൾ അറിയാവുന്ന ഹല്ലേലൂയ വെച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ സഭയാകുമെന്ന് അങ്ങനെ ഒന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, അങ്ങനൊന്നുമില്ല. ദൈവത്തെ ആരാധിക്കണം, അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിക്കണം, അത്ര മാത്രമേ ഞങ്ങൾ വിചാരിച്ചിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പതുക്കെ പതുക്കെ നമ്മുടെ ഫസ്റ്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു പഞ്ചാബി അങ്കിൾ, ഒരു ശ്രീലങ്കൻ ആന്റിയ. അപ്പൊ ഇവർ 2 പേരും നമ്മളുടെ ചെറിയ കൂട്ടായ്മയിലേക്ക് ഈ പാസ്റ്റർ അങ്കിൾ വന്നപ്പോ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് പാസ്റ്റർ അങ്കിള് പപ്പയോട് പറഞ്ഞു, ഇവരെ നോക്കിയാരെ. അപ്പൊ ആ സമയത്ത് പപ്പ അങ്ങനെ പ്രസംഗിക്കത്തൊന്നുമില്ല, പാട്ട് പാടത്തുമില്ല, പ്രസംഗിക്കത്തൊന്നുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നീ അങ്ങ് പ്രസംഗിച്ച് തുടങ്ങിക്കോ.
നീ ഒന്ന് സംസാരിക്കും. കാരണം പപ്പയ്ക്ക് ഇവർക്കാണെങ്കിൽ ഒന്ന് പഞ്ചാബിയും മറ്റൊരാൾ സിലോണി ലാംഗ്വേജാണ്. ഇത് രണ്ടിലും മീഡിയം ആയിട്ട് വരുന്നത് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. പപ്പയ്ക്കാണ് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ മനസ്സില്ലാ മനസ്സോടെ എന്ന് പറയാലോ. അങ്ങനെയാണ് ഞാൻ പ്രസംഗിച്ച് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞ വെള്ളിയാഴ്ചയാണ് നമുക്ക് അവിടെ അവധി. അപ്പോ ആ വെള്ളിയാഴ്ച പ്രസംഗിക്കേണ്ടത് എന്താണെന്ന് ഞാൻ പാസ്റ്ററിനെ വ്യാഴാഴ്ച രാത്രി പാസ്റ്റർ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് പാസ്റ്ററങ്ങളെ വിളിക്കും. പാസ്റ്ററങ്ങളെ വിളിച്ച്, പാസ്റ്ററങ്ങൾ ഷാർജയിലാണെങ്കിൽ അവിടെ ഞാൻ വിളിച്ച് ചോദിക്കും പാസ്റ്ററങ്ങൾ ഞാൻ എന്തോ പറയണ്ടേ. കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. അറിയാവുന്നത് ആകെ പണ്ടൊക്കെ അറിയാവുന്നത് ലൈക്ക് യേശുപ്പ് ജീസസിന്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടാവില്ല, ഗെത്സമേനയിലുള്ള ഫോട്ടോ. അതിനടുത്ത് പോയി കർത്താവ് ഇന്നൊക്കെയാണ് ആവശ്യം, ഇന്നൊക്കെയാണ് ആവശ്യം, ഓക്കെ ഇതൊക്കെ ചെയ്തു തരണേ യേശുപ്പ, ആമേൻ. ഇത്ര നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തുള്ളൂ. ഇതിൽ കൂടുതൽ നമുക്ക് അറിയത്തില്ല. അപ്പൊ പാസ്റ്ററങ്ങളോട് ചോദിക്കായിരുന്നു എന്തുവാ ചെയ്യേണ്ടത്. അപ്പൊ പാസ്റ്റർ എന്നോട് പറഞ്ഞു ഒരു ബുക്കും പേന എടുത്ത് നോട്ട്സ് എല്ലാം പറയും. അങ്ങനെ നോട്ട്സ് എഴുതി അത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പറയും കർത്താവേ എനിക്ക് അറിയത്തില്ല, ഐ ഡോണ്ട് നോ ഹൗ ടു ടോക്ക്, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, ഒന്നും ചെയ്യാൻ അറിയത്തില്ല. അറിയാവുന്ന ഇത് വെച്ച് നോട്ട്സ് വെച്ചിട്ട് ഞാൻ പ്രസംഗിക്കുമായിരുന്നു ഫ്രൈഡേ. പക്ഷെ അങ്ങനെ ദൈവം ശുശ്രൂഷയിൽ ഓരോന്നോരോന്നായി മോൾഡ് ചെയ്തു. അങ്ങനെ നമ്മള് പിന്നെ പതുക്കെ നമ്മുടെ ചർച്ച് വളരാൻ തുടങ്ങി. ഏതോ ഒരു കുടിയൻ സഭ തുടങ്ങിയെന്നോ ഏതോ ഒരു കുടിയൻ കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണെന്ന് കേട്ടറിഞ്ഞ് കുറെ ആൾക്കാർ കാണാൻ കൗതുകത്തോടെ കുറെ പേര് കാണാൻ വന്നു. അങ്ങനെയാണ് നമ്മളെ ചർച്ചിലെ ആദ്യത്തെ മെമ്പേഴ്സ് ഒക്കെ കയറി വരുന്നത്. പക്ഷെ അതൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു അമേസിങ്. കാരണം ഇതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല, നമ്മളൊന്നും ആഗ്രഹിക്കുന്ന പോലും ഇല്ല. പ്രോവേർബ്സിൽ എഴുതിയിട്ടുണ്ട്, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, ലീൻ നോട്ട് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ കർത്താവിൽ അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ബാക്കി ദൈവം ഏറ്റെടുത്തോളും. ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ പ്രശ്നം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ഏറ്റവും ഇഷ്ടമുള്ള കാരണം അവർ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യും. അവരുടെ അപ്പനെ അമ്മയാണേലും കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യും. നമുക്കൊരു പ്രായം എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് അറിവായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇല്ല അതല്ല ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് വരേണ്ടത് നമ്മൾ തന്നെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കർത്താവ് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ മനസ്സ് പോലെ ആയിരിക്കും, കുഞ്ഞുങ്ങളെ പോലെ ആവണം. ട്രസ്റ്റിംഗ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വരാൻ. ആമേൻ. അപ്പോ അങ്ങനെയാണ് ഞങ്ങളുടെ സഭയില്. അപ്പൊ ആ ഒരു ടൈമിൽ ആക്ച്വലി നമ്മൾക്ക് പപ്പ അങ്ങനെ ഒത്തിരി ഫോർ ഫ്രണ്ടിലായിരുന്നില്ല, പ്രസംഗിക്കത്തില്ല. പപ്പയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു സത്യം പറഞ്ഞ. അങ്ങനെ പപ്പ ഒത്തിരി ലീഡ് ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു ടൈമിൽ ഞാനായിരുന്നു വർഷിപ്പും ചെയ്തുകൊണ്ടിരുന്നത്, അതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പതുക്കെ ആൾക്കാർ കൂടാൻ തുടങ്ങിയപ്പോ നമുക്ക് വർഷിപ്പ് ലീഡറായി. ആൾക്കാർ കൂടാൻ തുടങ്ങിയപ്പോ നമുക്ക് പ്രസംഗിക്കാൻ ആളായി. അപ്പൊ പതുക്കെ ഞാനും ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നു. എന്റെ പിന്നെ നമ്മുടെ ചർച്ച അങ്ങനെ വളർന്നു തുടങ്ങിയപ്പോഴത്തേക്കും എന്റെ പണി എന്താ പറയാ, ഇത് പാട്ടിന്റെ സ്ലൈഡ് മാറ്റുന്നായിരുന്നു എന്റെ. പക്ഷെ ദൈവം ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, ആരാധിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പാരമ്പര്യ സഭയിലാണ് ഞങ്ങൾ സൺഡേ സ്കൂളിൽ, ആക്ച്വലി 1-2 സൺഡേ സ്കൂളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. ഒന്ന് പാരമ്പര്യ സഭയുടെ സൺഡേ സ്കൂളിൽ പോയിട്ടുണ്ട്, അല്ലാത്ത പ്രൊട്ടസ്റ്റന്റ് ചർച്ചിന്റെ ഒരു സൺഡേ സ്കൂളിൽ പോയിട്ടുണ്ട്. രണ്ടിലും പോകാൻ ഇഷ്ടം, രണ്ടിലും ചാടിത്തുള്ളി ആരാധിക്കാൻ ഭയങ്കര ഇഷ്ടം, രണ്ടിലും പാട്ട് പാടാൻ ഞാൻ ഫ്രണ്ടിൽ നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പാട്ട് പാടാൻ താല്പര്യം പപ്പയും അമ്മയും കണ്ട് ആ ഒരു ചെറിയ പ്രായത്തിലെ തന്നെ എനിക്ക് പാട്ട് പഠിക്കാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കി. ക്ലാസിക്കൽ മ്യൂസിക് എനിക്ക് 3 വർഷം പഠിക്കുന്നു. ഈ ഒരു പാട്ട് പാടാനുള്ള ഒരു ആഗ്രഹം ദൈവം ഉള്ളിൽ കുഞ്ഞുനാൾ തൊട്ടേ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിലപ്പോ പാട്ടറിയാം, ചിലപ്പോ പാട്ടറിയത്തില്ല, പക്ഷെ അങ്ങ് പാടും. അപ്പൊ സഭ വളർന്നു തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ വേറെ ആൾക്കാരായി തുടങ്ങി. പക്ഷെ ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറി തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ മനസ്സിനുള്ളില് ചെറിയൊരു വിഷമായി തുടങ്ങി. എനിക്ക് അത്രയും ഉപയോഗപ്പെടാൻ പറ്റുന്നില്ലല്ലോ, ഐ എം നോട്ട് ബീങ് യൂസ്ഡ്. എന്റെ പൊട്ടൻഷ്യൽ എനിക്കറിയാം, പക്ഷെ എനിക്ക് എന്റെ മനസ്സിലറിയാം എനിക്ക് ഇതിലും കൂടുതൽ ചെയ്യാൻ പറ്റും. എന്റെ പണി ഈ സ്ലൈഡ് മാറ്റൽ മാത്രമല്ല, ദൈവം എന്നെ വലുതായിട്ട് എന്തോ കണ്ടിട്ടുണ്ട്, എനിക്ക് അത് കൂടുതൽ ചെയ്യാൻ, എനിക്ക് ഇതിൽ ഒതുങ്ങിയിരിക്കണ്ട എന്നുള്ളൊരു ദാഹം, ഒരു ഭയങ്കര ഒരു ബേണിങ്
അങ്ങനെ തന്നെ പറയട്ടെ, ദാഹത്തിനൊക്കെ ഒരു ബേണിംഗ് സെൻസേഷൻ ആയിരുന്നു ഉള്ളില്. ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ എനിക്ക് ഒരു പാട്ട് പാടിയാൽ മതി, മൈക്കിൽ ഒരു പാട്ട് പാടിയാൽ മതി, ഞാൻ ഒറ്റ പാട്ട് പാടിയിട്ട് ഞാൻ അവിടെ ഇരുന്നോളാം. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ആ ഒരു അവസരം കിട്ടിയില്ല. അപ്പൊ ആ ഒരു ടൈമില് അത്യാവശ്യം നല്ലോണം ഹിറ്റ് ആയിട്ടുണ്ടായിരുന്ന ഹിൽ സോങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ഉണ്ടായിരുന്നു, ചർച്ച് ഹിൽ സോങ്, ഓസ്ട്രേലിയ. അതിലെ വർഷിപ്പ് ലീഡറാണ് ഡാർലീൻ ഷെക്ക്. ഷീ വാസ് മൈ ഇൻസ്പിറേഷൻ, ഷീ സ്റ്റിൽ ഇസ് മൈ ഇൻസ്പിറേഷൻ. പുള്ളിക്കാരത്തിലെ ടെസ്റ്റിമണി അനുസരിച്ച് ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് സോങ്സ് വെൻ ഷീ വാസ് 11 years old. ഷീ സ്റ്റാർട്ടഡ് ഹിയറിംഗ് ഫ്രം ദ ലോർഡ് വെൻ ഷീ വാസ് 9 years old. 9 വയസ്സുള്ളപ്പോ ദൈവത്തിൽ നിന്ന് കേൾക്കാനും 11 വയസ്സ് തൊട്ട് പുള്ളിക്കാരത്തി പാട്ട് എഴുതി തുടങ്ങിയൊരു ദൈവത്തിന്റെ വലിയൊരു ആമേൻ. ഷീസ് എ ബിഗ് ഹ്യൂമൻ വുമൻ ഓഫ് ഗോഡ്. ആമേൻ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു ത്രില്ലോ, ഒരു ഇറ്റ് വാസ് എൻ അമേസിങ് ഫീലിംഗ്. ഞാൻ ഇതൊക്കെ കാണുമായിരുന്നു. പുള്ളിക്കാരത്തിയുടെ ഡാർലിൻ ഷെക്കിന്റെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണും, വർഷിപ്പ് ഒക്കെ ഇരുന്ന് കാണും. പുള്ളിക്കാരത്തി തുള്ളിച്ചാടി ആരാധിക്കുന്നത് കാണുമ്പോൾ എനിക്കും അവിടെ ഇരുന്ന് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നായ വിഷമായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് മനസ്സിലാക്കി, മനുഷ്യരിൽ കൂടെ ഞാൻ പോയിട്ട് ഒരു കാര്യമില്ല എനിക്ക് മനസ്സിലായി. 13 വയസ്സ് 14 വയസ്സുള്ളപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത്. എന്റെ വീട്ടിൽ പാസ്റ്റർ വന്നിട്ടുണ്ട്, പിന്നെ പാസ്റ്റർ വന്നിട്ടുണ്ട്. പാസ്റ്ററിന് അറിയാം എന്റെ വീട്ടില് ആൾക്കാരില്ലാത്ത സമയമില്ല. ആ വീട്ടില് പ്രൈവസി എന്ന് പറഞ്ഞിട്ടൊരു സാധനം അടുത്തൂടെ പോയിട്ടില്ല. അപ്പോ എനിക്ക് ആകെ എനിക്കെന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന എനിക്ക് ആരും കാണുന്ന ഇഷ്ടമല്ല. എന്റെ അപ്പനും അമ്മയും അനിയൻ ആരും കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇറ്റ് ഇസ് മൈ ടൈം വിത്ത് ഗോഡ്, ഒരു പ്രൈവറ്റ് മൊമെന്റ് വിത്ത് ഗോഡ്. അപ്പൊ അത് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ എന്റെ വീട്ടിൽ പ്രൈവസി എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആകെ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ബാത്റൂമിലായിരുന്നു. ഞാൻ കുളിക്കാന്നും പറഞ്ഞു സാധനങ്ങളൊക്കെ എടുത്തോണ്ട് അകത്തേക്ക് കയറും, പാട്ടിടും. ഈ ഡാർലിൻ ഷെക്കിന്റെ വർഷിപ്പ് ഞാനിങ്ങ് ഇടും. മുട്ടുമ്മേന്ന് ആ ടൈൽ ഫ്ലോറിൽ ഇരുന്ന് മുട്ടുമ്മേന്ന് കുറച്ചു നേരം ആരാധിക്കുമായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് ആരാധന അങ്ങ് കൂടും. ഞാൻ പിന്നെ ടൂത്ത് പേസ്റ്റ് എന്നെ മൈക്കാക്കി കണ്ണാടിയുടെ ഫ്രണ്ടിലിരുന്ന് ഐ വിൽ ഇമാജിൻ എ ഗ്രേറ്റ് ക്രൗഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. എന്റെ ഫ്രണ്ടിൽ ഒത്തിരി ആൾക്കാർ നിൽക്കുക, ഞാൻ അവരുടെ ഫ്രണ്ടിൽ ഇരുന്ന് ആരാധിക്കാൻ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യുമായിരുന്നു. കാരണം എന്റെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹം, എന്താ ഒരു എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇതുണ്ട്, ഇത് നടക്കത്തില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. പക്ഷെ എന്തോ അങ്ങനെ ചാടി തുള്ളി അങ്ങനെ ആരാധിക്കുന്ന എനിക്ക് 1.5 മണിക്കൂർ ഞാൻ ആ ബാത്റൂമിൽ ഇരിക്കുക. എന്നെ എപ്പോഴും വഴക്കു പറയായിരുന്നു ആ ഒരു ടൈമിൽ, എന്തും വഴക്കു ഇറക്കിക്കുമായിരുന്നു ഞാൻ. 1.5 മണിക്കൂർ ഞാൻ ബാത്റൂം ഇസ് ഓക്യുപ്പൈഡ്. കാരണം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആരും കാണുന്നില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നു. ആ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. 1.5 വർഷം ഞാൻ അത് കണ്ടിന്യൂസ് ആയി ചെയ്തു. പക്ഷെ അങ്ങനെയൊക്കെ ആരാധിക്കുമ്പോൾ എനിക്ക് എനിക്ക് പാടാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷമം മാറും. അങ്ങനെ ആരാധിച്ചു കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ദൈവം അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്യൂ ടു സർട്ടൻ റീസൺസ് ഞങ്ങളുടെ ചർച്ചിലെ വർഷിപ്പ് ലീഡർ പെട്ടെന്ന് ചർച്ചൊന്ന് പോയി. പ്രാർത്ഥിക്കാൻ ആരുമില്ല, ലീഡ് ചെയ്യാൻ ആരുമില്ല. പിന്നെയും പഴയതുപോലെ ആയി തുടങ്ങി. നമ്മൾക്ക് പിന്നെയും വർഷിപ്പ് ലീഡർ ആരും ഇല്ലാത്തൊരവസ്ഥയായി പോയി. അപ്പോ പപ്പ ഉന്തി തള്ളിയാ ഞങ്ങളെ കയറ്റിയത്. അഖിൽ ആ സമയത്ത്, എന്റെ അനിയന്റെ പേര് അഖിൽ എന്നാണ്. അഖിൽ ആ സമയത്ത് കീബോർഡ് പഠിക്കുന്നുണ്ടായിരുന്നു. ബിഗിനേഴ്സ് ആയിരുന്നു ഞങ്ങൾ ആ സമയത്ത്. ബിഗിനേഴ്സ് എന്ന് പറഞ്ഞാൽ അൾട്രാ ബിഗിനേഴ്സ്, നമുക്ക് ഒന്നും അറിയത്തില്ല. അഖിലിനാണെങ്കിൽ കോഡ് പോലും പിടിക്കാൻ അറിയുന്നില്ലായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് പപ്പ ഉന്തി തള്ളിയാണേലും കയറാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒത്തിരി ഒബ്സർവ് ചെയ്യും എങ്ങനെ ഓരോ ആൾക്കാർ വർഷിപ്പ് ചെയ്യുന്ന, അവരുടെ ഓരോ ശൈലി എങ്ങനെയാണ് അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ഒത്തിരി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത് ഒത്തിരി ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. ഓ, ഇന്ന അങ്കിൾ ഇങ്ങനെയാ പാടുന്നത്, ഇന്ന ആണ്ടി ഇങ്ങനെയാ പാടുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ദൈവം എന്നോട് എന്റെ മനസ്സിൽ വിട്ടൊരു കാര്യ, അത് നമ്മൾ ആദ്യമേ വായിച്ചു, യു ആർ യുണീക്ക്, യു ആർ വണ്ടർഫുള്ളി ആൻഡ് ബ്യൂട്ടിഫുള്ളി മെയ്ഡ് ബൈ ഗോഡ്, യു ആർ യുണീക്ക്. ദൈവം, ഗോഡ് ഹസ് മെയ്ഡ് യു ഇൻ എ വെരി യുണീക്ക് വേ. മറ്റുള്ളവരെ നോക്കി ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ട് പാടിയിട്ട് പോവാൻ പറ്റത്തുള്ളൂ. ആ പാട്ട് പാടി നമ്മൾ ഇറങ്ങും. പക്ഷെ if you focus on Jesus, you focus on the Holy Spirit, that is where the difference lies. He will mold you. നമ്മള് വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മൾ ഓരോരുത്തരും.
ഒരേപോലെ ആയിരിക്കത്തില്ല എല്ലാ പാത്രങ്ങളും ഉണ്ടാക്കുന്നത്. ഒരേപോലെ ആയിരിക്കത്തില്ല, തീർച്ചയായിട്ടും ഒരുപോലെ ആയിരിക്കത്തില്ല. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഫാമിലിയാ പഠിച്ചു, ഡോക്ടർ ഓഫ് ഫാർമസി. നിങ്ങളുടെ ഫിംഗർ ടിപ്പ് ഒന്ന് നോക്കിയാൽ മതി, ഓരോരുത്തർക്കും ഓരോ ഫിംഗർ പ്രിന്റാ. ഓരോരുത്തർക്കും ഓരോ ഫിംഗർ പ്രിന്റ്, ദാറ്റ് മച്ച് ഡീറ്റെയിൽ ആണ് കർത്താവ് കൊടുത്തേക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഫിംഗർ. ഹി വാണ്ട്സ് us to be unique. He wants us to be different. ഇറ്റ്സ് വെരി ഈസി. നമുക്ക് മറ്റുള്ളവരെ നോക്കി ഇങ്ങനെ ചെയ്താൽ മതി, ഇവര് കാണിക്കുന്നുണ്ടല്ലോ ഇതുപോലെ ചെയ്താൽ മതി, ഇവര് തുള്ളുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ. ബട്ട് നോ, ദർ ഇസ് സംതിങ് ഡിഫറെന്റ് അബൌട്ട് ഈച്ച് ഓഫ് യു. ഈ ഈ സൂം മീറ്റിംഗിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കാണുന്ന ഓരോരുത്തർക്കും ദർ ഇസ് സംതിങ് വെരി യുണീക്ക് അബൌട്ട് യു. മേ ബി ഇറ്റ്സ് ഇൻ വർഷിപ്പ്, മേ ബി ഇറ്റ്സ് ഇൻ സംതിങ് ദാറ്റ് യു ഡു, ബട്ട് ഗോഡ് ഹാസ് സംതിങ് യുണീക്ക് ഇൻ ഓൾ ഓഫ് യു. So the thing is, we have to find His signature in our lives. Amen. We have to find His signature in our lives. കർത്താവിന്റെ ആ യൂണീക്നെസ് എന്ന് പറഞ്ഞാൽ അത് കർത്താവ് സൈൻ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്. അത് എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്? ദാറ്റ് ഇസ് our responsibility. Amen. So അപ്പൊ അങ്ങനെ ദൈവം, ഞാൻ ഒത്തിരി അതുപോലെ ഒബ്സർവന്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒത്തിരി ഓരോരുത്തരെ എങ്ങനെ ആരാധിക്കുന്നത് നോക്കി നോക്കി ഓരോന്നും ചെയ്യുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ദൈവം എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇല്ല, മറ്റുള്ളവർ ആരാധിക്കുന്ന പോലെ അല്ല. ദർ വാസ് എ റീസൺ. ഞാൻ 1.5 വർഷം ബാത്റൂമിൽ കിടന്ന് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നതിന്റെ ഒരു റീസൺ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ്ലി പറയത്തില്ല, പക്ഷെ ആ ദൈവം എന്തായാലും കാണാതിരുന്നില്ല. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. 1.5 വർഷം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ഒരു പാട്ട് പാടിയാൽ മതി. അപ്പോ എനിക്കൊരു ചെറിയ സ്റ്റേജ് അങ്ങനെ തന്ന ദൈവം, there's a reason why he brought me there. അങ്ങനെ പാടി തുടങ്ങി, ദൈവത്തിലേക്ക് കംപ്ലീറ്റ്ലി ഫുള്ളി സബ്മിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവം ഞങ്ങളെ ഓരോ ദിവസവും ഓരോ പാട്ടിലൂടെയും ദൈവം ഞങ്ങളെ മോൾഡ് ചെയ്തെടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ വർഷിപ്പിലേക്ക് ആ സമയത്ത് കയറുന്നത്. ആ സമയത്ത് എനിക്കൊരു 14-15 ആ ഒരു ഏജാണ്. നമുക്ക് 10th ഈ സമയത്തൊക്കെ ഞങ്ങൾ ആ സമയത്ത് എന്ന് പറയുമ്പോൾ സ്കൂള് കഴിയും, ട്യൂഷന് കഴിയും, നേരെ ചർച്ചിലേക്ക് പോകും. ഞങ്ങൾക്ക് സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല. എങ്ങും പോകാറില്ല. ഞങ്ങളെ ഫ്രണ്ട്സ് ഒത്തിരി വിളിക്കുമായിരുന്നു പുറത്തു പോകാനായിട്ടൊക്കെ. പക്ഷെ നമുക്ക് ഒരിക്കലും ടൈം ഉണ്ടായിരുന്നില്ല. എപ്പോഴും സ്കൂൾ കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് ചർച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് വേണം ഹോംവർക്കും കാര്യങ്ങളും ചെയ്യാൻ, അല്ലെങ്കിൽ ട്യൂഷനിൽ ഇരുന്നായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ബിസി ഷെഡ്യൂളാണ്. എപ്പോഴും നമുക്ക് എക്സാമിന്റെ സമയത്ത് പോലും, എനിക്ക് ബോർഡ്സിന്റെ സമയത്ത് പോലും, പ്രീ ബോർഡ്സിന്റെ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഫാസ്റ്റിംഗ് പ്രയർ ആയിരിക്കും. 21 days ഫാസ്റ്റിംഗ് പ്രയർ. അതിന് മുഴുവൻ ഞാനും എന്റെ അനിയനുമാണ് ഞങ്ങള് വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന, മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിന്റെ ഒക്കെ അനുഗ്രഹം ഞങ്ങളുടെ മാർക്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ലജ്ജിക്കാൻ വേണ്ട വരുത്തിയിട്ടില്ല. ഈ ഒരു സമയത്ത് ദൈവം ഒത്തിരി ഞങ്ങളെ മോൾഡ് ചെയ്തു. പലരും കേട്ടറിഞ്ഞ് ഞങ്ങളെ പല ചർച്ചിലേക്ക് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ വലിയ ആൾക്കാർ, ഞങ്ങൾ വലിയ പാട്ടുകാരൊന്നും ആയിരുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് വെള്ളിയാഴ്ച, വെള്ളി, ശനി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 ദിവസങ്ങളും ഞങ്ങൾക്ക് ബിസിയാ. രാവിലെ 6 മണിക്ക് ഒരു മീറ്റിംഗ്, പിന്നെ ഞങ്ങളുടെ മീറ്റിംഗ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വേറെ 2 ചർച്ച. അപ്പൊ 4 മീറ്റിംഗ് ആയിരിക്കും വെള്ളിയാഴ്ച. ഞങ്ങൾ ആ ഒരു സമയത്ത് ഞങ്ങള് വലിയൊരു കീബോർഡും പിടിച്ചിട്ട് എല്ലാ സ്ഥലത്തും നടന്ന് പോവായിരുന്നു. ഞങ്ങളെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ മനസ്സിലാവത്തില്ല, പക്ഷെ ഞങ്ങൾ ആക്ച്വലി വലിയ വെയിറ്റ് ഇല്ലാത്ത ആൾക്കാർ, ഞങ്ങൾ ഭയങ്കര മെലിഞ്ഞ ആൾക്കാരാണ്. അപ്പൊ വലിയൊരു കീബോർഡും ചെറിയ 2 പിള്ളേരും അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഒക്കെ ഒരു, എന്നാലും ആ ഒരു ആരാധിക്കുന്നതിന്റെ ഒരു സന്തോഷം എത്ര പറഞ്ഞാലും, എത്ര നടന്നു എന്ന് പറഞ്ഞാലും, ദാറ്റ് ഇറ്റ് ഡസന്റ് മാറ്റർ. എല്ലാം കഴിഞ്ഞ് തിരിച്ച് ക്ഷീണിച്ചായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ എന്നാലും ചില ദിവസങ്ങളൊക്കെ ഞങ്ങൾ 2 പേരും ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമായിരുന്നു. ഞങ്ങൾ 2 പേരും ഇരുന്ന് പാട്ട് പാടി, കുറെ നേരം ഇരുന്ന് പാട്ട് പാടി. ഇപ്പൊ കുറച്ചു മുമ്പേ സിസ്റ്ററും ബ്രദറും ആരാധിച്ചപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്കാ പോയത്, നേരെ എന്റെ ചൈൽഡ്ഹുഡിലേക്കാ പോയത്. കാരണം ഞാനും എന്റെ അനിയനും കുറെ വർഷം, ലൈക്ക് മണിക്കൂറുകളോളം ഞങ്ങൾ ഇരുന്ന് ആരാധിക്കുമായിരുന്നു, വെറുതെ ഇരുന്ന് ആരാധിക്കുമായിരുന്നു. ആ ഒരു ആരാധനയിൽ ഞങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹം എന്തുവാന്ന് മനസ്സിലായി. ഞങ്ങൾക്ക് പാടാൻ സത്യം പറഞ്ഞാൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല ആരും. പക്ഷെ ആ ആത്മാവിൽ പാടാനും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ പഠിപ്പിച്ച ദൈവം തന്നെ.
അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ മോൾഡ് ചെയ്തെടുത്ത്. അങ്ങനെ ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല, മക്കളെ നിങ്ങൾ ഇങ്ങനെ പറയണം, ഇങ്ങനെ നിങ്ങൾ ആരാധിക്കണം, അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. എല്ലാം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധാത്മാവായിരുന്നു. എനിക്ക് അന്യഭാഷ വരം കിട്ടുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ അന്യഭാഷ വരം കിട്ടിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. പക്ഷെ കർത്താവ് എന്നെ പഠിപ്പിച്ച കാര്യം ഇസ് പേഷ്യൻസ്. എത്രത്തോളം സബ്മിറ്റ് ചെയ്യണം, എത്രത്തോളം ദൈവത്തിന്റെ ആ കരക്കീഴിൽ എത്രത്തോളം ഇരിക്കുന്നു, അത്രത്തോളം ദൈവം നമ്മളെ മോൾഡ് ചെയ്തെടുത്ത് അതിനനുസരിച്ച് ദൈവം നമ്മളുടെ ആഗ്രഹങ്ങൾ, നല്ല നല്ല ഹൃദയത്തിന്റെ നല്ല നല്ല ആഗ്രഹങ്ങൾ ദൈവം കറക്റ്റ് സമയത്ത് ദൈവം തരും. ഞാൻ ആക്ച്വലി നിങ്ങളോട് എന്തോ പറയണ്ടെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പറഞ്ഞ് ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്. ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്. ഇപ്പൊ ഇത്രയും വരെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ആരാണെന്നുള്ളത് നമ്മളല്ല, ലോകമല്ല പറയുന്നത്. ഇറ്റ് ഈസ് ഓൾ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ദ ലോർഡ് സെസ്. കർത്താവ് നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു, ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്. മറ്റുള്ളവർക്ക് പലതും നമ്മളെ കുറിച്ച് പറയാനുണ്ടാവും. നല്ലതും പറയും, ചീത്തയും പറയും. നല്ലതും പറയും, ചീത്തയും പറയും. ഇപ്പൊ സത്യം പറഞ്ഞ എന്നെ ആർക്കും അറിയത്തില്ല. ഞാൻ ആക്ച്വലി ഐ എം എ വെരി ഇൻട്രോവേർട്ടഡ് പേഴ്സൺ. ഞാനൊരു കൂട്ടായ്മ പോയി ഞാൻ ഒരു സൈഡിൽ പോയി ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒത്തിരി സംസാരിക്കുന്ന ആളല്ല. പക്ഷെ ദൈവം ഒരു സമയം ഒരു ടൈമിൽ ഹീ ബ്രോട്ട് മീ ഔട്ട് ഓഫ് മൈ ഷെൽ. ദാറ്റ് ഈസ് ഹൗ ഗോഡ് മോൾഡ്സ് us. ദാറ്റ് ഈസ് ഹൗ ഗോഡ് വാണ്ട്സ് ടു ടേക്ക് യു ഫ്രം വൺ ലെവൽ ടു അനദർ. നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ കർത്താവിനോട് ചോദിക്കണം, വാട്ട് നെക്സ്റ്റ്. കർത്താവിന് ഒത്തിരി ആഗ്രഹമുണ്ട് നമ്മളെ യൂസ് ചെയ്യണം. നമ്മൾ പക്ഷെ കംഫർട്ടബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മതി, ഓക്കെ, കർത്താവിന് ഇത്രേ ലിമിറ്റ് ഉള്ളൂ, കർത്താവിന് ഇത്ര ചെയ്യും, ഇതാണ് നമ്മുടെ ലിമിറ്റ്. ഞാൻ വർഷിപ്പ് ലീഡറായി, ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഓക്കെ, ഇത് മതി, കർത്താവിന് ഇത്രയും മതി. നമ്മൾ അങ്ങനെ ഒരു ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ബിക്കോസ് വി ourselves are keeping a veil, like a bridge, a wall around us. നമ്മൾ തന്നെ ഒരു വാൾ വെച്ചേക്കും. ഇൻസ്റ്റെഡ് ബ്രേക്ക് ദാറ്റ് വാൾ ഡൗൺ. ആസ്ക് ഗോഡ്, കർത്താവേ വാട്ട് നെക്സ്റ്റ്. ഓക്കെ, ഞാൻ വർഷിപ്പ് ലീഡറായി, ഇനി അടുത്ത എന്തുവാ ഞാൻ ചെയ്യണ്ടേ? ഹൗ ഷുഡ് ഐ ബി യൂസ്ഡ് ഇൻ യുവർ കിങ്ഡം? ചോദിച്ചുകൊണ്ടേയിരിക്കണം. സ്തോത്രം. ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അമ്മ ഞാനിത് എന്താ പറയാ പ്രിപ്പയർ ചെയ്തതിലല്ല പരിശുദ്ധാത്മാവ് നയിക്കുന്നത് എന്തായാലും. എനിവേസ്, ഐ തിങ്ക് ഗോഡ് ഇസ് സ്പീക്കിംഗ് ടു സംവൺ ടുഡേ. ആമേൻ, ജീസസ്. സോ അങ്ങനെ ഞങ്ങള് 18 വയസ്സ് വരെ വർഷിപ്പിൽ ഇങ്ങനെ പോയി. ആൻഡ് അതേ സമയത്ത് ചർച്ചിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു. പ്രസംഗിക്കാൻ പിന്നെ പതുക്കെ ഇച്ചിരി കുറഞ്ഞെങ്കിലും പക്ഷെ ഇഷ്ടമായിരുന്നു പ്രസംഗിക്കാൻ. എനിക്ക് കൂടുതൽ വർഷിപ്പിനോടൊരു ദൈവം ഭയങ്കര ഒരു സ്നേഹം ദൈവം ഉള്ളിൽ തന്നു. അങ്ങനെ വർഷിപ്പ് ചെയ്ത് പല ചർച്ചിലും വർഷിപ്പ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അങ്ങനെ 18 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുവൈറ്റിൽ നിന്ന് മാറി നാട്ടിലേക്ക് വരേണ്ടി വന്നു. പഠിക്കാനായിട്ട് ഫാം ഡി പഠിക്കുന്നത് ഞാൻ ഈറോഡിൽ ആണ് പഠിച്ചത്. 6 years കോഴ്സാണ്. 6 വർഷം ഞാൻ അവിടെ പഠിച്ചു. ഇപ്പൊ 6 വർഷം ഞാൻ ഈ സമയത്ത് ഈ 18ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഒത്തിരിയായി, 4 വർഷം ഞാൻ ഒത്തിരി ഓടി. ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ഒത്തിരി ഓടി. കാരണം ഈ സ്കൂള് പിന്നെ ട്യൂഷൻ, അത് കഴിഞ്ഞിട്ട് ചർച്ച എല്ലാം കൂടി ആയപ്പോഴത്തേക്കും പാക്കായി പോയി. മൊത്തത്തിലെല്ലാം ഒത്തിരി ഹാൻഡിൽ ചെയ്യാനുണ്ടായിരുന്ന പോലെ. ഇപ്പൊ ഞാൻ കർത്താവിനോട് അറിയാതെയാണോ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കൊരു ബ്രേക്ക് വേണം. ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചു, 1-2 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് തോന്നുന്നു. കർത്താവ് നന്നായിരിക്കട്ടെ മോളെ, 6 വർഷം മോള് ബ്രേക്ക് എടുത്തോ എന്ന് പറഞ്ഞ് 6 വർഷത്തേക്ക് ഞാൻ പഠിക്കാൻ പോയ സ്ഥലത്ത്, ആക്ച്വലി അത് ഗേൾസ് കോളേജ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ലിറ്ററലി
എനിക്ക് ഫീൽ ചെയ്തതാണ് ഞാൻ പറയുന്നത്. ലിറ്ററലി ഞാൻ ഒരു കേജ് ആയി പോയതുപോലെയായിരുന്നു എനിക്ക് തോന്നുന്നത്. ഗേൾസ് ഓൺലി കോളേജ് ആയിരുന്നു, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ചർച്ചിലേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് എങ്ങും ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ ഒന്ന് രണ്ട് പേര് തീരുമാനിച്ചു, നമുക്ക് അവിടെ തന്നെ എല്ലാരെയും വിളിച്ച് ഇരുന്ന് എല്ലാ ഞായറാഴ്ചയും 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു. എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ അങ്ങനെ ഒരു ചെറിയൊരു കൂട്ടായ്മ അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ദൈവം സഹായിച്ചു. ആ കോളേജിൽ ഞങ്ങൾ ഹോസ്റ്റലിൽ എല്ലാ സൺഡേയും മുടങ്ങാതെ, ചില ദിവസങ്ങളിലൊക്കെ 5 6 പേര് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാരും ചിലപ്പോ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഒരു സമയം, ഞായറാഴ്ച എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉറങ്ങാൻ കിട്ടുന്ന സമയമല്ല. പക്ഷെ കാത്തലിക്സ് എന്നില്ല, തമിഴ് എന്നില്ല, മലയാളി എന്നില്ല, ആൻഡമാൻ എന്നില്ല, ഹിന്ദി ഒന്നും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എവ്രിബഡി വാസ് വെൽക്കം. ആൻഡ് ചില ദിവസങ്ങളിൽ എല്ലാവരും വരും. നമ്മൾ ഈ പാട്ടും പ്രാർത്ഥന ആരാധനയൊക്കെ കേട്ട് എല്ലാവരും വരുമായിരുന്നു. അപ്പോ എനിക്ക് ഈ പാടാനുള്ള ആഗ്രഹവും എനിക്ക് ആ ഒരു വീട്ടിൽ എനിക്ക് കിട്ടിയ, ഐ മീൻ കുവൈറ്റിൽ എനിക്ക് കിട്ടിയ ആ ഒരു അവസരമൊക്കെ പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് പോയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി. കാരണം ഒരു ചർച്ചില്ല, അതുപോലെ ഒരു കൂട്ടായ്മയില്ല, എനിക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല, എനിക്ക് ചർച്ചിലേക്ക് പോകാൻ പറ്റുന്നില്ല, ഒരു പാസ്റ്റർ ഇല്ല എനിക്കൊന്ന് വിളിച്ച് സംസാരിക്കാനായിട്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയപ്പോഴത്തേക്കും സ്പിരിച്വലി ഞാൻ ഒത്തിരി അങ്ങ് ഡൗൺ ആയിപ്പോയി, ഒത്തിരി ഞാൻ തകർന്നു. കാരണം എനിക്ക് ആരും ഇല്ല എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിപ്പോയി. ഒത്തിരി ഞാൻ വിഷമിച്ചായിരുന്നു ആ ഒരു 6 വർഷത്തില്. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒരു സഭയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും അല്ലാതെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഒരു വ്യത്യാസം എനിക്ക് നല്ലോണം മനസ്സിലായി. കാരണം ഞാൻ വളർന്നതും എന്റെ ചർച്ച വളർന്നതും ഞങ്ങൾ രണ്ടും ഒരുമിച്ചാ വളർന്നത്. ഞാൻ വളർന്നത് എന്റെ സഭയും വളർന്നത് ഒരുമിച്ചായതുകൊണ്ട് എനിക്ക് അറിയാം ഒരു സഭ എന്താണെന്ന്, അതിന്റെ ആ ഒരു ഇമോഷൻസ് എന്താണ്, സഭയിലുള്ള ഒരു സന്തോഷം എന്താണെന്ന് എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നുകൊണ്ട് സഭയോടുള്ള ഒരു സ്നേഹം എനിക്ക് ഭയങ്കര ഒത്തിരി കൂടുതലുണ്ടായിരുന്നു. അപ്പം ആ സഭ അങ്ങ് വിട്ടുപോയപ്പോഴത്തേക്കും എനിക്ക് ചർച്ചിൽ പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉള്ളിലേക്ക് തട്ടിയപ്പോഴത്തേക്കും ഒത്തിരി ഞാൻ വിഷമിച്ചു. ഒത്തിരി എനിക്ക് സ്പിരിച്വലി ഒത്തിരി അങ്ങ് ഡൗൺ ആയിപ്പോയി. ഈ 6 വർഷത്തിനിടയിൽ എന്നെ നാട്ടിൽ എത്ര ആർക്കും അറിയത്തില്ല. പപ്പേനെ ഒത്തിരി പേർക്ക് അറിയാം, പക്ഷെ നാട്ടിൽ അങ്ങനെ ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ പറ്റുന്നത്ര ഞങ്ങൾക്ക് മാസത്തില് 4 ദിവസം ഞങ്ങൾക്ക് അവധി കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ബൈമന്ത്ലി 2 മാസം കൂടുമ്പോൾ ഞങ്ങൾക്ക് 4 ദിവസം അവധി കിട്ടുമായിരുന്നു. ഈ അവധി കിട്ടാൻ ഞാൻ ശനിയാഴ്ച എത്തുന്ന രീതിയിൽ, നാട്ടിലെത്തുന്ന രീതിയിൽ ഞാൻ പോയിട്ട് ഞായറാഴ്ച ചർച്ച കൂടി എന്നിട്ട് തിങ്കളാഴ്ച തിരിച്ചു വരുന്ന രീതിയിലെങ്കിലും ഞാൻ പോവായിരുന്നു. അങ്ങനെ നോക്കിയിട്ട് ഞാൻ ലീവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാന്ന്, കർത്താവെ എനിക്ക് ചർച്ചിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ആ ഒരു സമയത്ത് ഞാൻ ചോദിക്കാന്ന്, പാസ്റ്റർ ഒരു അവസരം തരുമോ പാട്ട് പാടാനായിട്ട്? ഞാൻ പാടും ചെറുതായിട്ട്, എനിക്കൊരു അവസരം തരാമോ എന്ന് ചോദിച്ചു. പക്ഷെ പോയ ചർച്ചിൽ എനിക്ക് അവസരം കിട്ടിയില്ല. ഓരോ കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഓരോ കുറെ ഇത് പറയും, മോളെപ്പോഴും വരുന്നില്ലല്ലോ, മോളെപ്പോഴും കാണത്തില്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി ആൾക്കാരുണ്ട്, നമുക്ക് ഇനിയും വർഷിപ്പ് ലീഡേഴ്സിനെ വേണ്ട, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പിന്നെ എനിക്ക് എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങ് വിഷമായി. ഒത്തിരി റിജക്ഷൻ എന്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ പോരുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പൊ ആ ഒരു ടൈമില് സഭയിൽ നിന്ന് വിട്ടു മാറിയപ്പോ ഞാൻ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും ഒത്തിരി വിട്ടുമാറിയായിരുന്നു. ഇപ്പോഴത്തെ ഇത് യുവാക്കൾ എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. I don't know how many of you are youths, but let me tell you, church is like the breath for you. Church is very important. നമുക്ക് ചർച്ച് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫെലോഷിപ്പ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഫെലോഷിപ്പ് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകും. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ? കർത്താവ് തലയാ, സഭ കർത്താവിന്റെ ശരീരമാണെന്നാ പറയുന്നത്. അങ്ങനെയാണ് ബൈബിളിൽ എഴുതിയേക്കുന്നത്. അപ്പൊ ആ ശരീരത്തിൽ നിന്ന് ഒരു മെൻസ്ട്രൽ ഒരു അവയവം നമ്മളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നമ്മൾ ഒരു അവയവം അങ്ങ് മാറ്റി വെച്ചാൽ ഒരു ഫിംഗർ ടിപ്പ് ഇതങ്ങ് മുറിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാത്തതിന്റെ വേദന നമുക്ക് അപ്പോഴേ അറിയത്തുള്ളൂ. അത് ആ ഫിംഗർ നമ്മൾ അതങ്ങ്
വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ ആ ഫിംഗർ ടിപ്പ്, ആ ഒരു വിരല്, അതിന് ജീവനില്ലാണ്ടാവും, ആ ചത്തുപോകും. എന്നതുപോലെ നമ്മൾ ഓരോരുത്തരെയും ദൈവം നമ്മളെ എല്ലാരും നമ്മള് വി ആർ ചോസൻ ജനറേഷൻ, വി ആർ കോൾഡ്, വി ആർ കോൾഡ് ഔട്ട്. ബട്ട് വി ആർ കോൾഡ് ഔട്ട്, യെസ്. പക്ഷെ അതേ സമയത്ത് നമുക്ക് ദൈവം ഒരു സഭ തന്നിട്ടുണ്ട്, ഒരു കൂട്ടായ്മ തന്നിട്ടുണ്ട്. എപ്പോഴും എപ്പോഴും ആ ഒരു കൂട്ടായ്മയായിട്ട് നിന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് മുമ്പോട്ട് പോകാൻ. കാരണം ഈ സഭ എന്ന് പറയുന്നത് വെറുതെ ഞായറാഴ്ച വന്നു പ്രാർത്ഥിച്ചു പാടി പോയി അങ്ങനെയല്ല. സഭ എന്ന് പറയുന്നത് ആമേൻ നമ്മളുടെ ഒരു വിഷമഘട്ടത്തില് അല്ലെങ്കിൽ നമ്മളുടെ എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് പോലും കുറച്ചു പേരിന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആമേൻ പത്രോസ് ജയിലിൽ കിടന്നപ്പോ പത്രോസിന്റെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ടാവായിരിക്കാം, നമുക്കറിയത്തില്ല. ഭാര്യ ഉണ്ടായിരുന്നല്ലോ, ചിലപ്പോൾ ഭാര്യയും പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷെ ബൈബിളിൽ എഴുതിയേക്കുന്ന ഭാര്യ പ്രാർത്ഥിച്ചു എന്നല്ല, സഭ ഒന്നായിരുന്നു പ്രാർത്ഥിച്ചു. സഭ ഒന്നായിരുന്നു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് ദൂതന്മാരെ അയച്ചെന്നാ എഴുതിയിരിക്കും. എന്നതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ കർത്താവിന്റെ ആ ശരീരത്തിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്പിരിച്വൽ മാൻ, നമ്മളുടെ ഉള്ളിലുള്ള സ്പിരിച്വൽ മാൻ ഉള്ളി പതുക്കെ 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 ക്ഷയിച്ചു പോകും, ഇല്ലാണ്ടായി പോകും. സഭ ഫെലോഷിപ്പ് is very important for a Christian. It's very, very important. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ആ ഒരു 6 വർഷം. കാരണം എനിക്ക് എനിക്ക് ചർച്ചിലേക്ക് പോകണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഫെലോഷിപ്പ് കൂടണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ അറ്റ്ലീസ്റ്റ് പാടാനെങ്കിലും പറ്റുമോ എന്ന് നോക്കി, പക്ഷെ അതും പറ്റുന്നില്ല. ഒത്തിരി റിജക്ഷൻ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പതുക്കെ പതുക്കെ എനിക്ക് പാസ്റ്റർമാരോട് ദേഷ്യയായി, എനിക്ക് സഭയോട് ദേഷ്യയായി. എനിക്കിനി വേണ്ട, എനിക്കിതൊന്നും വേണ്ട എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ കടന്നു വരാൻ തുടങ്ങി. പപ്പ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു, അമ്മ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ അവർക്ക് എനിക്ക് എന്റെ അപ്പനോടും അമ്മയോടും പറയാനും ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു, ഓക്കെ കുഴപ്പമില്ല, പോകുന്നിടത്തോളം പോട്ടെ, 6 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാലും ഈ ഇന്ത്യയിൽ നിന്ന് അങ്ങ് പോകണം, എനിക്ക് ഇവിടെ ഇഷ്ടമല്ല. കാരണം ഇന്ത്യന്ന് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഒറ്റപ്പെട്ടു പോയതുപോലെ നാട്ടിലേക്ക് രാജ്യം തന്നെ വെറുക്കാൻ തുടങ്ങി. ഇന്ത്യ എന്നോടൊന്നും ചെയ്തിട്ടല്ല, പക്ഷെ എനിക്ക് ആ ഒറ്റപ്പെടലായതുകൊണ്ട് എനിക്ക് എന്റെ വിഷമം, ഞാൻ അനുഭവിച്ച ആ ഒരു സന്തോഷം, ഈ ആസാദി എന്നുള്ള TV, അതാണ് നിങ്ങളുടെ ചാനലിന്റെ പേര്, മീൻസ് ഫ്രീഡം. ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. എനിക്കത് അറിയായിരുന്നു. ഐ നോ വാട്ട് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. ഞാൻ ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിച്ചിട്ടുണ്ട്. അതിന്റെ ഫീൽ എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കത് പറ്റുന്നില്ല. എനിക്കത് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് പറ്റാത്തൊരവസ്ഥയായപ്പോഴത്തേക്കും എല്ലാത്തിനോടും എനിക്ക് ദേഷ്യവും വെറുപ്പും ആയി തുടങ്ങി. അപ്പനോടും അമ്മയോടും എനിക്ക് സ്നേഹമുണ്ട്. അപ്പനും അമ്മയും മാത്രം ഞാൻ വിളിക്കും, സംസാരിക്കും. കൂടുതൽ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. ബൈബിൾ വായിക്കുന്ന അത്രയും കുറച്ചു. കാരണം എനിക്ക് എന്റെ മനസ്സിൽ പിശാച് കൊണ്ടിട്ടതാവാം, എനിക്കറിയില്ല. എന്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു, ഇനി നിനക്ക് ദൈവത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. കാരണം നീ ഇനി ബൈബിൾ വായിക്കുന്നില്ല, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല, നീ പാപത്തിലാ കിടക്കുന്നത്, നീ ഫുൾ ടൈം നിന്റെ കൂട്ടുകാരുടെ ഒപ്പം സിനിമ കണ്ടോണ്ടിരിക്കുക, അത് ചെയ്തോണ്ടിരിക്കുക, ഇത് ചെയ്തോണ്ടിരിക്കുക, ലോകപരമായിട്ടാണ് നീ ജീവിക്കുന്നത്. ഇനി നീ ദൈവത്തിന്റെ അടുത്ത് പോയാൽ നിന്നെ ദൈവം ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനത്തെ പല ചിന്തകളും എന്റെ മനസ്സിൽ കൂടെ കടന്നു പോയത്. ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയി ഞാൻ ഒത്തിരി ദൈവത്തിൽ നിന്ന് അകന്നു. പക്ഷെ ആ സമയത്ത് നമ്മുടെ 2020 നമ്മുടെ കോവിഡ് നമ്മുടെ രാജ്യത്തിലേക്ക് വരും. 2020 വന്നപ്പോഴത്തേക്കും കോവിഡായി, നാട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നു. നാട്ടിൽ വന്നു, ഞാനും എന്റെ അനിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എല്ലാ എയർപോർട്ട്സും അടച്ചു. ലൈക്ക് വി വർ നോട്ട് ഏബിൾ ടു ട്രാവൽ എനിവേർ. എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങൾക്ക് ആക്ച്വലി കുവൈറ്റില് ആ സമയത്ത് നമുക്ക് വിസ ഉണ്ടായിരുന്നു. 2019 വരെ ഞങ്ങൾക്ക് വിസ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ റെസിഡൻസ് വിസ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ജനിച്ചു വളർന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ റെസിഡൻസ് വിസ ഉണ്ടായിരുന്നു. പക്ഷെ 2020 കോവിഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും 2019 ഞങ്ങൾ ഈ വിസ ക്യാൻസൽ ചെയ്ത് വിസിറ്റിംഗ് വിസയിൽ പോവാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ 2020 കോവിഡ് ആയി കഴിഞ്ഞപ്പോൾ വിസിറ്റിംഗ് വിസ അവർ ക്ലോസ് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഇനി അങ്ങനെ പോവാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രം, ഞങ്ങൾ ഇവിടെ പപ്പയും അമ്മയും
അവിടെ അവർ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ടാവും ഞങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട്. ഞങ്ങൾക്ക് വലിയ കുക്കിങ്ങോ ഒന്നും അറിയത്തില്ല. ഒരു വലിയ വീട്ടിൽ 2 കുഞ്ഞു പിള്ളേരായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നപ്പോ. ഒത്തിരി ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ആദ്യമൊക്കെ ഈ ഇങ്ങനെ നിന്നുകൊണ്ട് ഞങ്ങക്ക് ഞാനും എന്റെ അനിയനും എന്ന് പറഞ്ഞ ഞങ്ങൾ ആക്ച്വലി കുഞ്ഞുനാളിൽ ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങള് ഫ്രണ്ട്സ് കണ്ടു കഴിഞ്ഞാൽ അവര് പറയും നിങ്ങള് രണ്ടുപേരും ട്വിൻസ് പോലെ. കാരണം ഞങ്ങൾ അങ്ങനെ നടക്കുന്നത് ഭയങ്കര കൂട്ടാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾക്ക് രണ്ടുപേരും തമ്മിൽ 2 വയസ്സിന് വ്യത്യാസം ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കും, പിച്ചും മാന്നും അതൊക്കെ ഉണ്ട്. പക്ഷെ അതിലും കൂടുതൽ ഭയങ്കര ഉള്ളിൽ ഭയങ്കര സ്നേഹം. എനിക്ക് എന്റെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും ഞാൻ അവനെ അറിയിക്കാതിരിക്കത്തില്ല. അതുപോലെ അവന്റെ ലൈഫിലും എല്ലാ മേജർ കാര്യങ്ങളും അവൻ എന്നെ അറിയിക്കാം. എന്നോട് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ദൈവം അങ്ങനത്തെ ഒരു ബ്രദർ സിസ്റ്റർ ഒരു ഭയങ്കര സ്ട്രോങ് ബോണ്ട് ദൈവം തന്നിട്ടുണ്ട്. ഐ ഐ പ്രേ, സത്യം പറഞ്ഞ ഐ പ്രേ that such kind of bond is there with all the siblings who are attending this meeting. And your parents will be there. Of course, your parents will be there. But your brother or your sister, whoever it is, there are certain things നമുക്ക് ചിലപ്പോൾ നമുക്ക് അപ്പനോ അമ്മയോടും ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ നമ്മുടെ അനിയനോ ചേട്ടനോ അനിയത്തിയോ ചേച്ചിയോ അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ അവരോട് നമുക്ക് എന്താണെങ്കിലും പറയാം. ആൻഡ് അതേ സമയത്ത് അവരൊരു വിശ്വാസി, അവര് കർത്താവിൽ അത്രയും സ്ട്രോങ്ങും കൂടെ ആണെങ്കിൽ എപ്പോഴും അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശരിക്കും ഇരുന്ന് പ്രാർത്ഥിക്കും. ഒരു ചേട്ടന് ഇപ്പൊ എന്റെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുനാളിൽ തന്നെ ഇരുന്ന് ആരാധിച്ചതിന്റെ ഇമ്പാക്ട് എനിക്ക് ഇപ്പൊ എന്റെ ലൈഫിൽ ഞാൻ അറിയുന്നുണ്ട്. അന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ അറിഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് വെറുതെ ഇരുന്ന് ആരാധിക്കുമ്പോഴും ഐ ക്യാൻ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്തോരം ഉണ്ട്. ഐ ക്യാൻ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ദൈവം ഞങ്ങൾക്ക് എന്തോരം, ദൈവം ഞങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഞങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. സോ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയൊക്കെ വന്നപ്പോ ഞാൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഒത്തിരി അങ്ങ് വിട്ടുമാറിയപ്പോ ഈ ഒരു ഞങ്ങള് തമ്മിൽ ഞാനും എന്റെ അനിയനും 4 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരുമിച്ച് താമസിക്കുന്നത്. കാരണം ഞാൻ ഈ റോഡിലായിരുന്നു, അവൻ ആ സമയത്തേക്കും നാട്ടിൽ വന്ന് എഞ്ചിനീയറിംഗ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. 2 വർഷം കഴിയുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു 4 ഇയർ ഗ്യാപ്പ് വന്നപ്പോ ഞങ്ങൾ തമ്മിൽ ഒത്തിരി സംസാരം ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ലൈക്ക് 2 സ്ട്രേഞ്ചേഴ്സ് ലിവിങ് ഇൻ 1 ഹൗസ്. ആദ്യത്തെ 5-6 മാസം ഞങ്ങള് കൊല്ലാനുള്ള അത്രയും വരെ വന്നായിരുന്നു. കാരണം അത്രയും നമ്മൾ ഒത്തിരി അകന്നുപോയി. മാത്രല്ല ഞാനും ഒത്തിരി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു നാട്ടിലായിരുന്നപ്പോ. ദേഷ്യമായിരുന്നു ഒത്തിരി. പക്ഷെ ദൈവം അനുഗ്രഹിച്ചൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. സൂമിൽ കൂടെ, ആ സമയത്ത് സൂമിൽ കൂടെ ആയിരുന്നല്ലോ മീറ്റിംഗ് വന്നോണ്ട്. പപ്പ ഓരോരുത്തരോട് പറഞ്ഞിങ്ങനെ നമുക്ക് ഓരോ മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഞങ്ങളോട് പറയും നിങ്ങൾ അവിടെ നിന്ന് ലൈവ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാട്ടുപാടും. അങ്ങനെ ആ സൂമിൽ നിന്ന് ഞങ്ങള് വർഷിപ്പ് ലീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. വർഷിപ്പ് ലീഡ് ചെയ്ത് അങ്ങനെയാണ് പിന്നെയും വർഷിപ്പിലേക്ക് തിരിച്ചു വന്നു. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടും തിരിച്ചു ദൈവം തന്നതും അങ്ങനെ. സോ ആ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും അഗൈൻ കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടുണ്ടായിരുന്നില്ല ഞാൻ, സത്യം പറഞ്ഞ. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് 2nd ഇയർ ആയപ്പോഴത്തേക്ക് എനിക്ക് ശാരീരികമായിട്ട് ഐ വാസ് ഗോയിങ് ത്രൂ ഫിസിക്കലി ഒരു ഇൽനെസ് ഉണ്ടായിരുന്നു. ചെറിയൊരു വയ്യായ്മ ഉണ്ടായിരുന്നു. അതിങ്ങനെ വന്നും പോയി. 2021 ഞാൻ പാസ് ഔട്ട് ആവുന്നത്. 2021 ഞാൻ പാസ് ഔട്ടായി. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു എനിക്ക് ഇന്ത്യനോട് ഭയങ്കര വെറുപ്പായിരുന്നു. കാരണം എന്നെ ഇത്ര ഒറ്റപ്പെടുത്തിയ ഒരു രാജ്യം ഇതായതുകൊണ്ട്, എന്റെ അപ്പനും അമ്മയും ഇല്ല, എനിക്ക് അനിയനും ഇല്ല, ആരും ഇല്ലാത്തൊരവസ്ഥയായി പോയതുകൊണ്ട് ഇന്ത്യനോട് ഭയങ്കര വെറുപ്പായിരുന്നു. അതുകൊണ്ട് എന്റെ പഠിത്തം ഞാൻ 6 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും US പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പപ്പയോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കല്യാണം പോലും ആലോചിക്കണം, ഞാൻ US പോവാണ്, എനിക്ക് പഠിക്കണം, എനിക്ക് അവിടെ സെറ്റിൽ ആവണം, എനിക്ക് തിരിച്ച് ഈ രാജ്യത്തിലേക്ക് എനിക്ക് വരണ്ട എന്നുള്ള കംപ്ലീറ്റ് പ്ലാനിലായിരുന്നു ഞാൻ ഇരുന്നത്. അങ്ങനെ ഇരുന്നപ്പോ 2021 ഞാൻ നവംബറിൽ പാസ് ഔട്ട് ആവുന്നു. 2021 ഡിസംബറിൽ തന്നെ എനിക്ക് 10-18 ദിവസം, ഒരു മാസം, ഏകദേശം ഒരു മാസം, ആ ഒരു ടൈമിനുള്ളിൽ തന്നെ ഞാൻ IELTS എഴുതി. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം.
ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അത്രയും പെട്ടെന്ന് എനിക്ക് എങ്ങനെയും ഇവിടെ നിന്ന് പോകണം. ഞാൻ IELTS എഴുതി. ഞാനും എന്റെ അനിയനും ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും IELTS എഴുതിയത്. ഒരുമിച്ച് എഴുതി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സ്കോർ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പേപ്പർ വർക്ക്സിനുള്ള കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ്സിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. 2022 ഞാൻ എന്റെ ആപ്ലിക്കേഷനും എല്ലാം ചെയ്തു. US-ലും 5 യൂണിവേഴ്സിറ്റീസ് ഞാൻ ചെയ്തു. 3 എനിക്ക് അക്സെപ്റ്റൻസ് ഓൾമോസ്റ്റ് ആവുമായിരുന്നു. അപ്പൊ എനിക്ക് ഇനി ഡോക്യുമെന്റ്സ് കിട്ടണം. അതായത് കോളേജിൽ നിന്ന് ഡോക്യുമെന്റ്സ് കിട്ടണം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധാരണ നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് കിട്ടാൻ സാധാരണ 2.5 ആഴ്ചയെ എടുക്കത്തുള്ളൂ മാക്സിമം. പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ 4 മാസം എടുത്തു. ഇതൊക്കെ കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് മാനസികമായി വല്ലാണ്ടായിപ്പോയി. കാരണം ഞാൻ പറഞ്ഞല്ലോ, സ്പിരിച്വലി ഓൾറെഡി ഡൗൺ ആണ്. ഒത്തിരി അങ്ങ് മേലെ ആവുന്നില്ല. ഒരു ഇതില്ലായിരുന്നു, ഒരു എന്താ പറയാ, പുഷില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചേച്ചി ഉണ്ടായിരുന്നു എനിക്ക്. പുള്ളിക്കാരത്തി കാത്തലിക് എന്ന ദൈവത്തിന്റെ വിശ്വാസത്തിലേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി വന്ന പുള്ളിക്കാരുടെ ഫാമിലി ഇപ്പോഴും കാത്തലിക്സ് ആണ്. ആ ചേച്ചിയും ഞാനും കോളേജിലായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അല്പനേരം ബൈബിളൊക്കെ വായിച്ച്, അല്ലെങ്കിൽ വേറെ ബുക്സ് ഒക്കെ വായിച്ച് നമ്മള് ബൈബിളിനെ കുറിച്ച് കുറേ നേരം ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. കുറേ നേരം. കാരണം ഞങ്ങൾക്ക് ചർച്ചിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു ഫെലോഷിപ്പ്, ഇങ്ങനത്തെ കൂട്ടായ്മ മാത്രമേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. അപ്പൊ ഈ ചേച്ചിയാണേലും പുള്ളിക്കാരത്തേക്കും ഇതേ സെയിം സിറ്റുവേഷൻ. പുള്ളിക്കാരത്തേക്കും ചർച്ചിൽ പോകണം, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഈ ചേച്ചി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. ചേച്ചി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അക്സ ഒരു കാര്യം ചെയ്യ, നീ നീ US-നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. US-ന് പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ട്രാൻസ്ക്രിപ്റ്റ് ലേറ്റ് അല്ലേ, വെയിറ്റ് ചെയ്യാം, നമുക്ക് കുഴപ്പമില്ല. അടുത്ത സെമസ്റ്ററിന് കയറാൻ വേണ്ടിയിട്ടാണേലും കുഴപ്പമില്ല, നമുക്കത് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത്, നീ നിന്നെ തന്നെ സബ്മിറ്റ് ചെയ്തൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ജസ്റ്റ് പ്രാർത്ഥിക്കുക എന്തുവായാലും. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് നീ വെറുതെ ലിങ്ക്ഡനിൽ പോയി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. ജോലി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, എന്തായാലും നിനക്ക് ടൈമുണ്ട്. വെറുതെ ഇരിക്കല്ലേ വീട്ടില്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓൺലൈൻ കോഴ്സസ് ചെയ്യാം, അല്ലെങ്കിൽ നീ വെറുതെ ജോലിക്കൊന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് യൂണിവേഴ്സിറ്റി അക്സെപ്റ്റൻസ് എല്ലാ ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിനക്ക് പോവാലോ. അങ്ങനെ പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഓക്കെ ചേച്ചി, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് അങ്ങ് പോയി. അന്ന് രാത്രി ഞാൻ ബെഡിലേക്ക് അങ്ങ് വീണു. സത്യം പറഞ്ഞ അങ്ങനെയാണ്. കാരണം അത്രയും മനസ്സ് ഒത്തിരി അങ്ങ് ക്ഷീണിച്ചു പോയി, മനസ്സങ്ങ് മടുത്തുപോയി. ഒത്തിരി കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക 2-3 സർട്ടിഫിക്കറ്റ്സിന് വേണ്ടിയിട്ട്. മാസങ്ങളോളം ഞാൻ ഓടി. ശരിക്കും മനസ്സങ്ങ് ക്ഷീണിച്ചിട്ട് ഞാൻ ബെഡിലേക്ക് വീണിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഐ എം സബ്മിറ്റിംഗ് മൈസെൽഫ്. എനിക്ക് വയ്യ, ഇനി എന്തുവാ പ്ലാൻ ചെയ്തേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഐ നോ യു ഹാവ് വാട്ട് ഈസ് ഗുഡ് ഫോർ. എല്ലാം നല്ലത് മാത്രമേ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൂ, എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ സബ്മിറ്റ് ചെയ്യുക, ഞാൻ സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞ് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ലിങ്ക്ഡനിൽ ജോലിക്ക് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അപ്ലൈ ചെയ്ത് വെറുതെ കാണുന്ന ജോലിക്കൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാം. അങ്ങനെ 1-2 ആഴ്ചകൾ പോയി. ഞങ്ങളുടെ ഫാർമസി വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കമ്പനി, എന്റെ മനസ്സിൽ ആഗ്രഹം എന്ന് പറയുന്ന IQVIA എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയായിരുന്നു. IQVIA ആ സമയത്ത് ലീഡിംഗ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അതായിരുന്നു. അപ്പോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ടീച്ചേഴ്സൊക്കെ എപ്പോഴും, എന്റെ പ്രൊഫസേഴ്സ് ഒക്കെ പറയുമായിരുന്നു, നിങ്ങൾ ബാക്കിയുള്ള കമ്പനീസ് ഒക്കെ നല്ലതാണ്, പക്ഷെ പറ്റുവാണെങ്കിൽ ഇഫ് യു ഗെറ്റ് ദ ചാൻസ്, നിങ്ങൾ ആക്സെഞ്ചർ അതുപോലെ വേറെ 1-2 MNCs ഉണ്ട്, അതിനൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിൽ അത് ഭയങ്കര നല്ലതായിരിക്കും. കാരണം നിങ്ങൾ നല്ല പാക്കേജ് അവിടുത്തെ, നല്ല സാലറി അവിടുത്തെ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ എപ്പോഴും പറയുന്നത്. പക്ഷെ ആക്സെഞ്ചർ ഒന്നും നമ്മൾ ആലോചിക്കുന്നില്ല, കിട്ടുന്ന പോലെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എല്ലാം തന്നെ അപ്ലൈ ചെയ്ത് കാണുന്ന എന്റെ ഡെസിഗ്നേഷൻ വെച്ചിട്ട് എന്തൊക്കെ കാണുന്നുണ്ടോ അതിനൊക്കെ ഞാൻ അപ്ലൈ അതിനെ വെച്ച് വെറുതെ അടിച്ചുകൊണ്ടിരിക്കുക. ജൂൺ
മിഡ് ജൂണിൽ പെട്ടെന്ന് എനിക്കൊരു കോള് വരുന്നു, ആക്സെഞ്ചറിനാണ് HR വിളിക്കുന്നത്. ഓക്കെ, ഞാൻ എടുത്തു, കോൾ അറ്റൻഡ് ചെയ്തു. ടെലിഫോണിക് ഇന്റർവ്യൂ ആയിരുന്നു ആദ്യം, അത് അറ്റൻഡ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു ടെലിഫോണിക് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വി വിൽ ലെറ്റ് യു നോ, നോക്കട്ടെ എന്ന് പറഞ്ഞു പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വന്ന കാര്യം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന കാര്യം ഞാൻ പപ്പയോടും അമ്മയോടും ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാം, കാരണം ഞാൻ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവിച്ചില്ലെങ്കിൽ അവർക്കും വിഷമം, അതിലും കൂടുതൽ എനിക്ക് വിഷമം. ഞാൻ അത്യാവശ്യം നല്ലോണം ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി വിഷമാവും എനിക്ക്. അപ്പൊ ഞാൻ ആരോടും പറഞ്ഞില്ല, എന്റെ അനിയനോട് പോലും ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ വീഡിയോ കോളിൽ ഇരിക്കുകയായിരുന്നു, ഞാനും പപ്പയും അമ്മയും, ഞങ്ങൾ 4 പേരും വീഡിയോ കോളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മെയിലിനകത്ത് കണ്ടു, യു ആർ അക്സെപ്റ്റഡ് ഫോർ അക്സെഞ്ചർ ഇന്റർവ്യൂ, വിൽ ബി ഓൺ സോ ആൻഡ് സോ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അക്സെഞ്ചർ ഇന്റർവ്യൂ എനിക്ക് കിട്ടി. ഇന്റർവ്യൂ കിട്ടിയപ്പോഴാണ് ഞാൻ പറയുന്നത്, പപ്പയുടെ അമ്മയോടും പറഞ്ഞു. ഭയങ്കര സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടി. അപ്പൊ ആക്സെഞ്ചർ എന്നും പറഞ്ഞാൽ നമുക്ക്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലും ഇല്ല ആക്സെഞ്ചറിന്റെ കാര്യം. കിട്ടിയെന്ന് പറഞ്ഞു, ഓക്കെ എന്ന് വിട്ടു. പിന്നെ മാനേജറിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ ആക്ച്വലി 3 പ്രാവശ്യം ഇന്റർവ്യൂ മാറിപ്പോയി. 2 പ്രാവശ്യം ഇന്റർവ്യൂ മാറിപ്പോയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, കർത്താവ് ഇത് ദൈവഹിതം അല്ല, ഇത് നടക്കത്തില്ല, അതുകൊണ്ട് അത് ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരുന്നു. പക്ഷെ 3ാമത്തെ പ്രാവശ്യം ഇന്റർവ്യൂ നടന്നു. പക്ഷെ ഐ വാസ് നോട്ട് കംപ്ലീറ്റ്ലി ഹാപ്പി വിത്ത് എവറിഥിങ്. ഞാൻ എന്റെ മനസ്സിൽ ഓക്കെ, ഇന്റർവ്യൂ നടന്നു, ഓക്കെ വിട്ടേരാ, അക്സെപ്റ്റ് ആവത്തില്ല എന്നൊരു ഇതുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആക്സെഞ്ചറിന്റെ HR എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, യു ഹാവ് ആൻ ഇന്റർവ്യൂ ഓൺ പോയിന്റ് നൗ എന്നും പറഞ്ഞ് ഇന്റർവ്യൂ എടുത്തു. എന്നിട്ട് എന്നോട്, വെൻ കെൻ യു ജോയിൻ അറ്റ് ദി ഏർലിയസ്റ്റ്? ഞാൻ പറഞ്ഞു, ഐ എം റെഡി ടു ജോയിൻ എനി ടൈം, യു ലെറ്റ് മീ നോ, ഐ എം റെഡി ടു ജോയിൻ എനി ടൈം. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഐ യു റെഡി ടു റീലൊക്കേറ്റ് ടു സോ ആൻഡ് സോ പ്ലേസ്? ഞാൻ പറഞ്ഞു, യെസ്. ബാംഗ്ലൂരിൽ ഞാൻ ജൂൺ 22 ഞാനും എന്റെ അനിയനും ബാംഗ്ലൂരിലേക്ക് വന്നു. ഞാൻ ഇന്ന് സമയം ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും മാത്രമേ ആഗ്രഹിച്ചു. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് IQVയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്റെ കൂട്ടുകാരെ അവിടെയായിരുന്നു, എളുപ്പത്തിൽ കിട്ടുന്ന ജോലിയാണ്. ഇത്ര ആഗ്രഹിച്ചപ്പോ കർത്താവ് എനിക്ക് തന്നു ഇത്രയാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലും ഇല്ല എനിക്ക് അത്രയും തരാൻ, പക്ഷെ ദൈവം തന്നു അത്രയായിരുന്നു. എന്റെ വിശ്വസ്തതയോ എന്റെ കഴിവോ, സിസ്റ്റർ പാട്ട് പാടി തുടങ്ങിയപ്പോ തന്നെ, ഈവൻ വെൻ വി വർ അൺഫെയ്ത്ത്ഫുൾ, ഹി വാസ് ഫെയ്ത്ത്ഫുൾ ടു അസ്. ദാറ്റ് ഈസ് ദ ലവ് ഓഫ് ഗോഡ്. അതാ നമ്മുടെ അപ്പന്റെ സ്നേഹം. എന്റെ പേര് വെച്ചിട്ട് ഞാൻ എപ്പോഴും പറയും, എന്റെ പപ്പയോട് എന്തെങ്കിലും എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പപ്പയോട് പറയും, പപ്പ അക്സ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഡബിൾ ആയിട്ട് കിട്ടുന്ന അക്സയുടെ വാക്തത്വം. അക്സ എപ്പ ചോദിക്കുന്നോ അക്സക്ക് കൂടുതലേ കൊടുത്തു വിട്ടുള്ളൂ ദൈവം. കാലേബ് അങ്ങനെ കൊടുത്തിരുന്നത്. അക്സ ഒരു കാര്യം മാത്രം ചോദിച്ചപ്പോ, അല്പം ചോദിച്ചപ്പോ ഒത്തിരി കൊടുത്തതാ കാലേബ്, അവളുടെ പിതാവ്. അതുപോലെ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളെ, കർത്താവിനോട് ഇച്ചിരി ചോദിക്കുമ്പോൾ കർത്താവ് എനിക്ക് വലുതായിട്ട് തരത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിവേസ്, സോ അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്നു 22 ജൂൺ, 22 ജൂലൈ ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്നു. വി സ്റ്റാർട്ടഡ് ഹിയർ. ഞാനിപ്പോ അറ്റൻഡ് ചെയ്യുന്ന ഹോപ്പ് ഇൻ ജീസസ് ചർച്ചിലാണ്. ഹോപ്പ് ഇൻ ജീസസ് ചർച്ചിൽ ആക്ച്വലി ഞാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു 6 വർഷത്തെ ഗ്യാപ്പ് ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നോണ്ട് എനിക്ക് പാടാൻ അറിയത്തില്ല. പാടുന്നുണ്ടായിരുന്നു, പക്ഷെ വർഷിപ്പിന്റെ ആ ഒരു ഗ്യാപ്പ് വന്നു. അതുകൊണ്ട് പാസ്റ്റർ പക്ഷെ വാസ് വെരി ഓപ്പൺ. എന്നോട് പറഞ്ഞു, മോളെ നീ റിവൈവൽ നൈറ്റ്സ്, ഞങ്ങൾക്ക് എല്ലാ ദിവസവും റിവൈവൽ നൈറ്റ്സ് ഉണ്ട്, ഫ്രം മൺഡേ ത്രൂ തേഴ്സ്ഡേ, ഫ്രൈഡേ നമുക്ക് നൈറ്റ് പ്രയർ, അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും ഇവിടെ മീറ്റിംഗ് ആണ്. അപ്പൊ റിവൈവൽ നൈറ്റ്സിന് വർഷിപ്പ് ലീഡ് ചെയ്യും. നമുക്ക് ഏതാ കംഫർട്ടബിൾ എന്ന് ചോദിച്ചു. അപ്പൊ ഇവിടുത്തെ മോസ്റ്റ്ലി ആൾക്കാരും ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്രൗഡ്. ഞാൻ എന്റെ പാസ്റ്റർ പറഞ്ഞത് 13ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ സംസാരിക്കുന്നത് മലയാളത്തിൽ മാത്രം. എനിക്ക് മലയാളം ആരാധന മാത്രമേ അറിയത്തുള്ളൂ, മലയാളത്തിൽ മാത്രം ഇത് ചെയ്യാൻ ആരാധിക്കാൻ അറിയത്തുള്ളൂ, മലയാളത്തിലെ പാട്ടുകൾ അറിയത്തുള്ളൂ. ഇംഗ്ലീഷ് പാട്ടൊന്നും നമുക്ക് അത്ര അറിയത്തില്ല, കാരണം ഇംഗ്ലീഷ് നമ്മൾ ആരാധിക്കുന്ന ഇത് വന്നിട്ടില്ല, ചാൻസ് വന്നിട്ടില്ല. കാരണം മലയാളം സഭയിൽ നമ്മൾ അധികവും പോകുന്നു. പാസ്റ്റർ ശരി, ഓക്കെ മോളെ, ഇപ്പൊ ഒരു വർഷിപ്പ് ലീഡർ ഉണ്ട്, പുള്ളിക്കാരത്തിയുടെ ഒപ്പം യു ക്യാൻ സിങ് വിത്ത് ഹർ, ബാക്കി നമുക്ക് നോക്കാം.
അങ്ങനെ ഞാൻ ഞാൻ പാടുമായിരുന്നു, ഞാൻ ചർച്ചിൽ പോവായിരുന്നു, ചർച്ചിൽ പോവും, അറ്റൻഡ് ചെയ്യും, പാടാനുള്ളത് ഞാൻ പാടും, തിരിച്ചു ഞാൻ റൂമിലേക്ക് വരും. ആരോടും അങ്ങനെ ഒത്തിരി ഒന്നും മിണ്ടത്തില്ലായിരുന്നു. ആ ഒരു സമയത്ത് 2022 ഇവിടെ ഗ്ലോറി കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു മീറ്റിംഗിൽ പാസ്റ്റർ അരവിന്ദ് മോഹൻ പാസ്റ്റർ പാസ്റ്റർ വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു. പാസ്റ്റർ ഇത്ര പറഞ്ഞു, നിങ്ങളെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ജോലിയല്ല. ഇറ്റ് ഇസ് നോട്ട് യുവർ job that brought you to Bangalore. It is for you to be a glory carrier for Christ. Amen. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്റെ ലൈഫ് അപ്സൈഡ് ഡൗൺ ആക്കി. ഞാൻ വന്ന സമയത്ത് ഞാൻ പാസ്റ്ററിന്റെ വീട്ടിലേക്കാണ് കാരണം ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് പപ്പ നേരെ പാസ്റ്ററിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ടു. അപ്പൊ പാസ്റ്ററിന്റെ വീട്ടിലേക്ക് ചെന്ന അന്ന് തന്നെ പാസ്റ്ററിനോട് ചോദിച്ചു, മോളെ എന്താ പ്ലാൻ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ 2 മാസം ഇവിടെ നിൽക്കത്തുള്ളൂ, ഞാൻ അതായിട്ട് US പോകും, എനിക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ പാസ്റ്റർ അതൊക്കെ മനസ്സിലല്ല ഓർത്ത് വെക്കുകയായിരുന്നു. പക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആ പാസ്റ്ററിന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ദൈവം സംസാരിക്കുന്ന പോലെയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ആ സമയത്ത് ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു, എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ശരിയാണ്, എനിക്ക് ബാംഗ്ലൂരിലാണ് ഞാൻ ജോലി ചെയ്യുകയാണ്, എവറിത്തിങ് ഇസ് കറക്റ്റ്, ശരിയാണ്. പക്ഷെ വൈ ഡിഡ് യു ബ്രിങ് മീ ഹിയർ, വാട്ട് ഇസ് ദ പേർപ്പസ്? അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്താ ദൈവം ദേവദാസനെ കൂടെ ഇങ്ങനെ സംസാരിച്ചത്, നിന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്നത് ജോലിയല്ല, നിന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്നത് ഇനി മഹത്വത്തിന്റെ ഗ്ലോറി കാരിയർ അങ്ങനെ ആക്കാൻ, മോൾഡ് ചെയ്യാൻ. സോ ഐ ബിലീവ് ദാറ്റ് എനിക്ക് എവിടെ ലോസ് ആയോ, സ്പിരിച്വലി എന്റെ എവിടെ കുറഞ്ഞു പോയോ, അത് തിരിച്ച് ആദ്യം മോൾഡ് ചെയ്തെടുക്കണമായിരുന്നു ദൈവത്തിന്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം എന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ ഒരു കാര്യം പറയാം, പലർക്കും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, ബാംഗ്ലൂർ വന്ന പാപത്തിലേക്ക് പിള്ളേരുമ്പോ. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഒരു നല്ല സഭ ഉണ്ടെങ്കിൽ, നല്ലൊരു ചേർച്ച് ഉണ്ടെങ്കിൽ നമുക്ക് യൂത്തിന് ഒരിക്കലും ദൈവത്തെ വിട്ടു പോകാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും ദൈവത്തിന് അടുത്ത് തന്നെ നിൽക്കും. ഈ ചർച്ചില് ഞങ്ങൾ 85% യൂത്താണ്. Everybody is utilized. Everybody. Whatever talent you have, whatever, എന്തുവാണേലും, if it is media, if it is singing, if it is drawing, whatever it may be, I don't know what your talents are. Use it for Jesus. Use it for Jesus. Use it for the kingdom of God. There's a huge purpose for it, and you will see how God turns your life. എന്ത് ടാലന്റ് ദൈവം തന്നിട്ടുണ്ടോ, ആ ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ, അത് ഉപയോഗിക്കുവാണെങ്കിൽ, ആമേൻ, നിങ്ങളുടെ ലൈഫ് മാറ്റുന്ന നിങ്ങൾക്കത് കൃത്യമായിട്ട് യു വിൽ സീ ദാറ്റ്. ഇത് 2022 ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ ഈ 2022 നവംബർ ഡിസംബറിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡ് ഇയർ തൊട്ട് എനിക്കൊരു ചെറിയൊരു ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. വന്നും പോയി ഇങ്ങനെ ഇരിക്കും. 2022 ആയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലൈമറ്റിൽ നടന്നറിയില്ല, ഒത്തിരി സിവിയറായി, ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ, കംപ്ലീറ്റ്ലി ബെഡ് റിഡൺ ആയിപ്പോയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ കടന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ ആണേലും പാസ്റ്ററും കുടുംബം അല്ലാതെ ഞാൻ ആ സമയത്ത് പക്ഷെ PG-യിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ആരും അറിയത്തില്ല, ഞാൻ ആരോടും പറയത്തില്ല, ഞാൻ വേദന സഹിച്ചാണെന്ന് അവിടെ കിടക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജനുവരിയിൽ നമുക്ക് സാറ്റർഡേസ് നമുക്ക് ഹീലിംഗ് സാറ്റർഡേസ് ഉണ്ടായിരുന്നു. ആന്റിയോക്ക് എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാസ്റ്ററിനോട് മാത്രം ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞു. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ എന്നാലും വന്നുകൊണ്ടേയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഒന്ന് പോയി ചെക്ക് ചെയ്യാം, എന്തുവാ സംഭവം എന്ന് എനിക്കറിയാം, ഒന്ന് പോയി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. ചെക്ക് ചെയ്തു. ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു, ജനറൽ ഫിസിഷ്യനെ കാണിച്ചു. അവര് പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, പക്ഷെ ലേറ്റർ ഓൺ ഇത് ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്, വേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ജസ്റ്റ് ബി കെയർഫുൾ എന്ന് പറഞ്ഞ ഒരു വാർണിംഗ് പോലെ തന്നിട്ട് പോയി. ഞാൻ ഓക്കെ പറഞ്ഞു. എനിക്ക് 400 rupees വർത്ത്
ഓഫ് മെഡിസിൻസ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തു. ഞാൻ ഫാർമസി പോയി അത് മേടിക്കുകയും ചെയ്തു. തിരിച്ച് ഞാൻ പി ജിയിലേക്ക് ഓട്ടോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, ഇതാണ് സംഭവം, ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പാസ്റ്ററിനെ മെസ്സേജ് ചെയ്തു, പാസ്റ്റർ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. തിരിച്ച് ഞാൻ വരുന്ന വഴിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു. പപ്പ പ്രാർത്ഥിച്ചിട്ട് കിഡ്നി സ്റ്റോൺ പോയിട്ടുണ്ട്, പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ക്യാൻസർ പോയിട്ടുണ്ട്. എനിക്ക് വേറെ ആരോടും പ്രാർത്ഥിക്കാനില്ല. ഐ എം പ്രേയിങ് ടു യു. I want you to heal me completely. I'm not going to ask my father. I'm not going to ask any pastor. I'm asking you, Lord. I want you to heal me completely. I have this medicine, പക്ഷെ ഞാൻ അത് യൂസ് ചെയ്യത്തില്ല. എന്നെ കംപ്ലീറ്റ് ആയിട്ട് എന്നെ ഹീൽ ചെയ്യണം ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ആ രോഗം വന്നിട്ടില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ആ രോഗം വന്നിട്ടേ ഇല്ല. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ദൈവം ഞാൻ ഇപ്പോഴും ആ മരുന്നുകൾ കുപ്പി അത് എക്സ്പയർ ആയ പോലും എനിക്കറിയില്ല. പക്ഷെ സംഭവം എന്റെ കബോർഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കത് കാണണം. I have, it reminds me of how great my God is. എല്ലാ പ്രാവശ്യം ഞാൻ അതിലേക്ക് നോക്കുമ്പോൾ 400 rupees might not be a big deal for anybody. വലിയ കാര്യമില്ല. 400 രൂപ എന്ന് പറയുമ്പോൾ ചിലർ പറയാം 1 ലക്ഷം രൂപയ്ക്കൊക്കെ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ അത്രയും വേദന കൂടെ സഹിച്ചു പോയപ്പോ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു, ഈ ഹീലിംഗ് എന്ന് പറയുന്നത് ഓക്കെ ചിലപ്പോൾ സംഭവിക്കും, ചില ആൾക്കാർക്ക് സംഭവിക്കത്തില്ല, അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ലൈഫിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേ അതിന്റെ ശക്തി എന്തോരാണെന്ന് മനസ്സിലായി. ഞാൻ വേദന സഹിച്ചു പോയപ്പോ ദൈവം എന്നെ കംപ്ലീറ്റ്ലി എന്നെ ഹീൽ ചെയ്തു. എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഹീൽ. ആ ഒരു ഹീലിംഗ് വന്നു കഴിഞ്ഞപ്പോൾ ഐ സബ്മിറ്റഡ് മൈസെൽഫ് കംപ്ലീറ്റ്ലി. ഞാൻ ദൈവത്തേക്ക് സറണ്ടർ ചെയ്തു. എനിക്ക് മനസ്സിലായി ദൈവം എന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്നതിന് ഒരു റീസൺ ഉണ്ട്. ദൈവം എന്നെ ഈ ചർച്ചിൽ എന്നെ ആക്കിയതിന് ഒരു റീസൺ ഉണ്ട്. എന്നെ വളർത്താൻ വേണ്ടിയിട്ട് ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നു. ഞാൻ താമസിച്ചിരുന്ന ഇലക്ട്രോണിക് സിറ്റി എന്ന് പറഞ്ഞിട്ട് സ്ഥലത്താണ്. എന്റെ ഓഫീസ് കോർമംഗല എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത്. ഇറ്റ്സ് ആക്ച്വലി 12-13 kilometers away. പക്ഷെ ബാംഗ്ലൂർ ട്രാഫിക് എന്ന് പറഞ്ഞാൽ അന്യായ ട്രാഫിക് ആണ്. അപ്പൊ ഞാൻ ആ സമയത്ത് എനിക്ക് ഹൈബ്രിഡ് ആയതുകൊണ്ട് വന്നും പോയി എന്റെ മാനേജേഴ്സ് തന്നെ എപ്പോഴും വഴക്ക് പറയായിരുന്നു. കോർമംഗലയിലുള്ള കോർമംഗലയിൽ നിന്റെ ഓഫീസ് ഇരിക്കുന്നു, നീ എന്തിനാ ഇലക്ട്രോണിക് സിറ്റി പോയി താമസിക്കുന്ന? ഭയങ്കര ദൂരമല്ലേ? ദൂരത്തിന്റെ അല്ല, ട്രാഫിക് കാരണം ഒത്തിരി ലേറ്റ് ആവും എത്തുമ്പോഴത്തേക്ക്. പക്ഷെ എനിക്ക് ചർച്ചിന്റെ അടുത്ത് തന്നെ എനിക്ക് താമസിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചർച്ചിന്റെ അടുത്ത്, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ യാത്ര ചെയ്താലും കുഴപ്പമില്ല, ഈ ചർച്ചിന്റെ അടുത്ത് തന്നെ നിൽക്കണം, എനിക്ക് അവിടെ തന്നെ. ഞാൻ ഹൈബ്രിഡ് ആയിരുന്ന സമയത്ത് എനിക്ക് അധികം വർക്ക് ഫ്രം ഹോം ആ ഉള്ള ടൈമിൽ 6:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ചർച്ചിൽ പോകും. ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് റിവൈവൽ നൈറ്റ്സ് ഉണ്ടായിരുന്നു എല്ലാ ദിവസവും. അപ്പോൾ 7 o'clock മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ദിവസവും ഞാൻ ചർച്ചിൽ പോവായിരുന്നു, എവ്രി ഡേ. ആടോ ഇല്ല ഒന്നുമില്ല, ഞാൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു. ബാക്കി വർക്ക് ഉള്ളതെല്ലാം അവിടെ ഇരുന്ന് ചെയ്യുമായിരുന്നു. അങ്ങനെ എവ്രി ഡേ ഐ യൂസ് ടു ഗോ ടു ചർച്ച്. അങ്ങനെ ദൈവം മലയാളം വർഷിപ്പ് എന്ന് മാറ്റി എന്റെ ഞാൻ നേരത്തെ പറഞ്ഞു, ഹി ബ്രോട്ട് മീ ഔട്ട് ഓഫ് മൈ ഷെൽ. ഇപ്പൊ ഞാൻ ആരാധിക്കുന്ന ഫുൾ ഇംഗ്ലീഷിലാണ്. ദൈവം എന്നെ പഠിപ്പിച്ചു എന്താ ചെയ്യണ്ടേ, എങ്ങനെ ചെയ്യണ്ടേ. ഞാൻ ആരോടും ഒന്നും ചോദിക്കാൻ പോയിട്ടില്ല. വർഷിപ്പിന്റെ കാര്യം ഞാൻ ആരോടൊന്നും ചോദിക്കത്തില്ല. എനിക്ക് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കേൾക്കാനും ഇഷ്ടമല്ല. ഞാൻ ചോദിക്കാനും പോകാറില്ല. ദൈവം എന്നെ പഠിപ്പിക്കും, പരിശുദ്ധാത്മാവ് എന്നെ ലീഡ് ചെയ്യും, അതുപോലെ തന്നെ ഞാൻ നടക്കത്തുള്ളൂ. ദാറ്റ് ഈസ് എനഫ്. മനുഷ്യരുടെ നമ്മൾ ഒപ്പീനിയൻ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഗോ ഓൺ. അവർക്ക് കുറെ പറയാനുണ്ട്. മോളെ അങ്ങനെ ചെയ്യും, മോളെ എങ്ങനെ ചെയ്യും, മോളെ ഈ പാട്ട് പാട്, ആ പാട്ട് പാട്. ഇറ്റ്സ് വെരി ഈസി. പക്ഷെ പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുകയാണെങ്കിൽ he will lead you in the right way because he knows what God wants. ആരാധന എന്ന് പറയുന്നത് കുറെ പാട്ടുപാടുക, കുറെ തുള്ളിച്ചാടുക, അത് മാത്രമല്ല. ആരാധന is a form of love. Worship is a form of love. നിങ്ങൾ എത്ര പേർക്ക് സ്റ്റെഫനി ഗ്രെറ്റ്സിംഗറിനെ അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. യു മൈറ്റ് ഹാവ് സീൻ ഹർ. പക്ഷെ പറ്റുവാണെങ്കിൽ കാണണം. ജീസസ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ചേർച്ചില് പുള്ളിക്കാരത്തി ഇടയ്ക്കിടയ്ക്ക് വന്ന് കോൺഫറൻസ് പോലെ നടത്തും. വെരി
വെരി സ്ട്രോങ് വുമൺ ഓഫ് ഗോഡ്. ഭയങ്കര പവർഫുൾ പുള്ളിക്കാരത്തിന്റെ വേർഷിപ്പ്. ഇഫ് യു ലുക്ക് അറ്റ് ഹെർ, നിങ്ങൾ ആ പുള്ളിക്കാരത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഏതോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പോലെ. ഷീ ഈസ് വെരി മെസ്സി. പക്ഷെ the worship that she carries is heaven itself comes down. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. ഇറ്റ് ഡസന്റ് മാറ്റർ നമ്മൾ എത്ര ഒരുങ്ങി നടക്കുന്നുണ്ടോ, എത്ര എന്താ പറയാ, മലയാളത്തിൽ പച്ച മലയാളത്തിൽ പുട്ടിയിട്ട് നടക്കുന്നുണ്ടോ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട്, ഇറ്റ് ഡസന്റ് മാറ്റർ. ഈ ഡോക്ടർ എന്നുള്ള പേര് കിട്ടാൻ വേണ്ടി ഞാൻ 6 വർഷം ഞാൻ കഷ്ടപ്പെട്ടു. പക്ഷെ ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ, how much do you work for to earn that? How much do you work? He's given that freely to us. But what do you do to earn that? How much do you give to Jesus to earn that? And then he's given it freely. Yes. നമുക്ക് ഫ്രീ ആയിട്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. Amen. പക്ഷെ കർത്താവിനെ നമ്മൾ എത്രത്തോളം, how much are we making him happy? What do we do to make him happy? Every single day നമുക്ക് every single day നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് പറയാനായിട്ട്. അത് ചെയ്ത് നമ്മൾ അത് ചെയ്ത് ശരിയല്ല, ഇത് ചെയ്ത് ശരിയല്ല. And it's very easy to fall back. It is very easy to fall back. വചനത്തിൽ എഴുതിയിരിക്കുന്ന പിശാച് ഇങ്ങനെ നോക്കിയിരിക്കുക, അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കിയിരിക്കും, ആരെ വിഴുങ്ങണം. ആദ്യമേ തന്നെ പറഞ്ഞത് there's a unique fingerprint in all of you. Make sure that that comes out representing Jesus. Another thing, especially if you like worship also, let me tell you one more thing. It is very easy to fall in love with singing. നമ്മളുടെ ടാലൻസ് കുറെ പേര് അപ്രീഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ആശ്രയിക്കാൻ തുടങ്ങും, വിച്ച് ഇസ് വെരി റോങ്. Very wrong. Because at the end of the day, at the end of everything, it will all come down to Jesus. ഈ പാടുന്നതും ഈ ആരാധിക്കുന്നതും ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷെ when it's just you and him, who are you? That is what matters. Worship leaders in especially നമ്മൾ നോക്കണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. കർത്താവും നിങ്ങൾ മാത്രം ഇരിക്കുമ്പോൾ who are you? Understand the love of God. അറിയണം, എല്ലാ ദിവസവും അറിയണം. നമ്മുടെ അപ്പനും അമ്മയ്ക്കും നമ്മളെ സ്നേഹിക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ കർത്താവിന് അതില്ല. നമ്മൾ ലിമിറ്റ് വെച്ച് തുടങ്ങിയാൽ കർത്താവ് ലിമിറ്റ് കാണിക്കും. പക്ഷെ he doesn't want to limit you. He doesn't want to limit you. He wants to love you freely and he's loving you freely. നമ്മൾ ചോദിക്കുന്നേക്കാളും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ചെറിയ ഇത് വരുമ്പോഴത്തേക്കും, ചെറിയൊരു ബാക്ക്ഫോൾ വരുമ്പോഴത്തേക്കും നമ്മളുടെ ഉള്ളിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. അയ്യോ, ഇനി കർത്താവ് വരത്തില്ല, കർത്താവിന്റെ അടുത്തില്ല, പോയി, ഞാൻ പാപം ചെയ്തു, ഇനി എനിക്ക് പോകാൻ പറ്റത്തില്ല. എന്റെ ലൈഫിൽ അത് സംഭവിച്ചിട്ടുണ്ട്, പല പ്രാവശ്യവും സംഭവിച്ചിട്ടുണ്ട്. ലെറ്റ് മീ ടെൽ യു, നമ്മൾ അങ്ങനെ പാപം ചെയ്ത് നമ്മൾ ഒളിച്ചിരിക്കണം. ആദാമും ഹവ്വയും പാപം ചെയ്തു, ശരിയാ. അവർ ഒളിക്കാതെ കർത്താവിന്റെ അടുത്തേക്ക് പോവായിരുന്നെങ്കിൽ കർത്താവെ പറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്കണം. The prodigal son, he sinned. But the plus point that Jesus Christ is showing is that he came back to the Father. At the end of everything, നിങ്ങൾ ടൈറ്റ് കൊടുക്കോ, നിങ്ങൾ പാട്ട് പാടുവോ, നിങ്ങൾ ഗിറ്റാർ വായിക്കോ, കീബോർഡ് വായിക്കോ, എന്ത് ചെയ്താലും ലാസ്റ്റിൽ where do you go to? മനുഷ്യരുടെ പ്രീതി മേടിക്കാനാണോ പോകുന്നത്? കർത്താവിന്റെ സന്നിധിയിലാണോ പോകുന്നത്? That is the biggest question. Amen. Hallelujah. നമ്മള് കേട്ടതുപോലെ അമേൻ. കർത്താവിന് സംസാരിക്കാൻ പറഞ്ഞ ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ്? ഞാൻ പ്രസംഗിക്കാനൊന്നും പോകുന്നില്ല.
പറയാൻ ഉദ്ദേശിക്കുന്നത്, ക്രിസ്തുവിൽ നമ്മൾ ആരാണ് നമ്മൾ തിരിച്ചറിയും. ഞാൻ ആരാണെന്ന് എന്നോട് ദൈവം സംസാരിക്കണം. I'm not just the daughter of Pastor Sandosh or Pastor Joy Varghese and daughter of Miss Lissy Joy. No, that is not, that is my worldly identity. Or my, it can be Dr. Aksanjo. Oh, worldly identity. What is your identity in Christ? That is the question. ഇപ്പോഴത്തെ യൂത്തിന്റെ ഇടയിൽ ഇറ്റ്സ് എ വെരി ബിഗ് ക്വസ്റ്റ്യൻ. ഹൂ ആം ഐ? എന്നാൽ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ആരാ, ദൈവം എന്തിനാ എന്നെ ഇതിൽ കൂടെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഓൾ ഓഫ് ദിസ് എന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്ന ഒരു ടീനേജ് തൊട്ട് ആ ഒരു ക്വസ്റ്റ്യൻ വരും, വിച്ച് ഇസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ബട്ട് ഡോണ്ട് ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ ടു ദ വേൾഡ്. ലോകത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓരോന്ന് കാണിക്കണം. ഓ, യു ആർ ബ്യൂട്ടിഫുൾ, യു ഹാവ്, യു ആർ എ ഗുഡ് സിംഗർ. അവര് പുറമേ ഉള്ളതാ കാണിക്കുന്നത്, external things, because they don't know you. The correct identity will be shown to you only by Jesus, only by the Holy Spirit. Correct identity will be only shown by the Holy Spirit. How? Through the Word of God. Why? Because this word is what became Jesus. വചനം ജഡമായി, ജഡം നമ്മളുടെ ഇടയിൽ കൂടെ നടന്നെങ്കിൽ അത് യേശു ക്രിസ്തുവായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കർത്താവിനോട് പറഞ്ഞു, ഷെക്കേന ഗ്ലോറി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ചോദിച്ചു, കർത്താവ് ഷെക്കേന ഗ്ലോറി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, ഷെക്കേന ഷെക്കേന ഷെക്കേന, മഹത്വം ഇറങ്ങണമേ, മഹത്വം ഇറങ്ങണമെന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും. കർത്താവ് ശലോമോന്റെ ദേവാലയത്തിൽ ഇറങ്ങി വന്ന മഹത്വം, ആ ഷെക്കേന ഞങ്ങളുടെ ഒപ്പം ഇറങ്ങി വരണം, ഞങ്ങളുടെ മേലെ ഇറങ്ങി വരണം. ഞാൻ ചോദിച്ചു, കർത്താവ് വാട്ട് ഇസ് ഷെക്കേന മീൻ? ഞാൻ പെട്ടെന്ന് ഷെക്കേന എന്റെ അർത്ഥം നോക്കി, ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു നോക്കി. നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കാൻ പറ്റും, അടിച്ചു നോക്കുക. It will be showing like Shekinah is the glory that descended upon the Israel. അതിന്റെ ഒപ്പം ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. Shekinah glory is what it also shares with your struggles. Shekinah means to share with your struggles. It didn't make sense to me. That's okay. Shekinah glory comes when the people, എന്താ പറയാ, ഇസ്രായേൽ മക്കളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്ന സമയത്ത് ഇസ്രായേൽ മക്കളിന് ഒരു കാര്യത്തിലും ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. എപ്പോഴും പ്രോസ്പെരിറ്റി ആയിരുന്നു. ദൈവത്തിന്റെ മഹത്വം കൂടി ഉണ്ടായിരുന്ന സമയത്ത്, പെട്ടകം കൂടി ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും പ്രോസ്പെരിറ്റി ആയിരുന്നു. ദൈവത്തിന്റെ മഹത്വം മാറിക്കഴിയുമ്പോഴത്തേക്കും അവര് പാപത്തിലേക്ക് പോകുമ്പോൾ മഹത്വം മാറും. മഹത്വം മാറുമ്പോഴത്തേക്ക് അവര് ദൈവം മറ്റുള്ള രാജ്യങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. പക്ഷെ there is another thing, that glory when it's set, it says that it shared with your struggles. What does that mean? എന്റെ അർത്ഥം എന്തുവാ? ഓക്കെ, ഷെക്കേന ഗ്ലോറി, എവറിഥിങ് ഇസ് there. പെട്ടെന്ന് എന്തൊരു മനസ്സിലാവുന്നത്, ഗ്ലോറി ഉള്ള സമയത്ത് ബുദ്ധിമുട്ടില്ലല്ലോ. There are no struggles when the glory is here. But the Lord said, the glory, Shekinah also means light. Velicham. Who is the light? Light was Jesus. That Jesus shared with your struggles. What is your struggle tonight? Is your struggle your identity? Is your struggle your addiction? Is your struggle shame? Is your struggle that you're not getting love from your family? Whatever it may be, Jesus has shared with it. You are not alone. You are not alone. Amen. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, ഞാൻ ഒറ്റയ്ക്കാ, എന്നെ ആരും കാണുന്നില്ല, എന്നെ ആർക്കും അറിയത്തില്ല. നോ, നോ. ദൈവത്തിന് ഞാൻ പ്രാർത്ഥിച്ചപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, പ്രാർത്ഥിച്ചതാ, ഹിസ് ലവ് ഷുഡ് എൻഗൾഫ് അവർ ലൈഫ്സ്. നമ്മളെ പൊതിഞ്ഞാൽ മാത്രം പോലെ. നിങ്ങൾ എൻഗൾഫിന്റെ അർത്ഥം എന്ന് അറിയോ? എൻഗൾഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊതിയണം കംപ്ലീറ്റ്ലി. There'll be no
holes or there will be no gaps in between. അതുപോലെ ദൈവസ്നേഹം നമ്മൾ എൻഗൾഫ് ചെയ്തുണ്ടല്ലോ, മറ്റുള്ള സ്നേഹം ഒന്നും വിൽ ബി എനിക്കത് വേണ്ട, നമുക്കത് വേണ്ടെന്ന് തന്നെ നമുക്ക് തോന്നും. ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, വി ഡോണ്ട് വാണ്ട് ഇറ്റ്, വി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ആമേൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലൊക്കെ ദൈവം എന്നെ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് എനിക്കറിയാം. ഞാൻ ഒത്തിരി സാക്ഷ്യമായിട്ട് പറഞ്ഞില്ലേലും God was talking to somebody today, and I hope that Holy Spirit has touched you, whoever it may be. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ ഒരു അവസരം തന്ന പാസ്റ്ററിന്, കുടുംബത്തെ നിന്ന് സീരിയസ്ലി ഐ താങ്ക് യു സോ മച്ച്. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കൂടെ അറ്റൻഡ് ചെയ്ത എല്ലാവരും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബമായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മോളെ അക്സ. ഒരു ദേശത്ത് ഒരു നല്ല സഭയുണ്ടെങ്കിൽ ആ ദേശത്ത് ചെറുപ്പക്കാർ നഷ്ടപ്പെട്ടു പോകത്തില്ല. അക്സ പറഞ്ഞ ആ കാര്യങ്ങൾ നമ്മൾ കേട്ടു. നമ്മുടെ ദേശങ്ങളിലൊക്കെ നല്ല ചർച്ചകളുണ്ടാകണം. പാസ്റ്റേഴ്സിന് ചെറുപ്പക്കാരുടെ മേൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മറ്റാരോടും നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ട, നമ്മുടെ അപ്പയോട് മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ പിതാവ്, ഭൂമിയിലെ മാതാപിതാക്കളെക്കാൾ അധികമായി നമ്മെ കരുതുന്ന പിതാവ്, ഒന്ന് ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അത്ഭുതങ്ങൾ കാണാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം നമുക്ക്. പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. പ്രിയാക്ഷമോളുടെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾ കേട്ടു. പിതാവേ, നിൻ്റെ മകളെ ഇത്രത്തോളം നീ കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. പിന്നെയും ഒരു അനുഗ്രഹമാക്കി നീ ഉപയോഗിക്കണം. ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും ഒരു ബ്ലെസ്സിങ് ആക്കി മാറ്റണം. യൂട്യൂബിലൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന ഓരോ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യങ്സ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ ഒരു ബ്ലെസ്സിങ് ആക്കി മാറ്റണം. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് കർത്താവെ ആ പാഷനൊന്ന് നിറയട്ടെ. കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ളൊരു കൊതി, ഒരു വലിയ വെമ്പൽ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിറയട്ടെ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഈ തലമുറയിൽ നിനക്ക് വിശ്വസ്തരായി നീ ഞങ്ങളെ കാണണമേ. ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവേ, നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെല്ലാം മുറ്റുമായി സമർപ്പിക്കുകയാണ്. ഒരു പ്രാവശ്യത്തോട് ഈവാട് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത, ഈ മീറ്റിംഗ് വീഡിയോ കണ്ട എല്ലാ എൻ്റെ മക്കളെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീക്കിൽ ഞങ്ങൾ കടന്നു വരെയും പ്രത്യേകമാകുന്ന അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മേലുണ്ടാകണം. അടുത്ത വരവിനായി ഒരുങ്ങി വിശ്വസ്തയോട് ജീവിപ്പാൻ സഹായിക്കണം. യേശു മൂലതാഴ്മയായി ഞങ്ങൾ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. May the love of our Heavenly Father, grace of our Lord and Savior Jesus Christ, and sweet companion of Holy Spirit be upon us from today and forever. Amen, amen, amen. താങ്ക് യു അക്സ. ദൈവം ഒത്തിരി സഹായിക്കട്ടെ. എനിക്കൊരു ബ്ലസ്സഡ് സെഷൻ ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ, പ്രത്യേകിച്ച് വർഷിപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ആ ഒരു വാചകം എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. ഒരു നല്ല ചർച്ച് ഒരു ദേശത്തുണ്ടെങ്കിൽ ആ ചർച്ച് ആ ദേശത്തിന് അനുഗ്രഹമാണ്, യുവാക്കൾക്ക്, യൗവനക്കാർക്ക് അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടുവാനിടയായിത്തീരും. ദൈവം ഇനി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ എക്സമോള് ഡോക്ടർ ഇൻ ഫാർമസി, ഫാം ഡി ഒക്കെ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി ഒത്തിരി ഉയരങ്ങൾ കീഴടക്കുവാൻ, ആത്മാവിൻ്റെ ഉയരങ്ങൾ കീഴടക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലെസ് യു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച പിന്നെയും ഈ വാർഡ് മീറ്റിങ്ങിൽ നമ്മൾ ഒന്നിച്ചു വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് എല്ലാവരോടും കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.